അതിവിശാലമായ അവസാനമില്ലാത്ത സമുദ്രം. അതിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്നത് എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങളും ജീവനുമാണ്. ഇരുണ്ട ആഴങ്ങളിൽ, സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത ഇടങ്ങളിൽ, ചരിത്രം മറന്നുപോയ ആയിരക്കണക്കിന് കപ്പലുകളുടെ അസ്ഥികൂടങ്ങളുണ്ട്. കടലെപ്പോഴും ഒരു പ്രഹേളികയാണ്. അത് ജീവൻ നൽകും, ഒപ്പം യാതൊരു ദയയുമില്ലാതെ ജീവൻ എടുക്കുകയും ചെയ്യും. പ്രവചനാതീതമായ തിരമാലകൾക്കും കൊടുങ്കാറ്റുകൾക്കും നടുവിലേക്ക് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ പൂർണ്ണമായും ഒറ്റയ്ക്കൊരാൾ യാത്ര തിരിക്കുകയാണെങ്കിൽ അയാളെ നാം എന്തു വിളിക്കും? ഭ്രാന്തനെന്നോ അതോ അസാമാന്യ ധൈര്യശാലിയെന്നോ? 1895 ആണ്ട് ഏപ്രിൽ മാസം അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്ത് അന്ന് കനത്ത മൂടൽമഞ്ഞായിരുന്നു. തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്ന ആ പ്രഭാതത്തിൽ ഒരു ചെറിയ ബോട്ടിന്റെ തട്ടിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നിരുന്നു. പ്രായത്തിന്റെ ചുളിവുകൾ വീണ മുഖം, എന്നാൽ കടലിന്റെ ആഴങ്ങളോളം തീക്ഷ്ണതയുള്ള കണ്ണുകൾ. ക്യാപ്റ്റൻ ജോഷ്വാ സ്ലോക്കം. ചരിത്രത്തിൽ ഇന്നുവരെ ആരും ചെയ്യാത്ത, കേട്ടാൽ ആരും പരിഹസിച്ച് ചിരിക്കുന്ന ഒരു ദൗത്യത്തിനായി അദ്ദേഹം തയ്യാറെടുക്കുകയായിരുന്നു. 36 അടി മാത്രം നീളമുള്ള സ്പ്രേ എന്ന് പേരിട്ട ഒരു ചെറിയ പായ്ക്കപ്പലിൽ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് ചുറ്റിക്കാണാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. കൂട്ടിന് വേറെ നാവികരില്ല, ആധുനിക ആശയവിനിമയ സംവിധാനങ്ങളില്ല, വഴികാട്ടാൻ GPS പോലെയുള്ള സാങ്കേതിക വിദ്യകളില്ല. ഉള്ളത് ഒരു കേടായ ചെറിയ ടിൻ ക്ലോക്കും വർഷങ്ങളുടെ കടൽ പരിചയവും പിന്നെ അചഞ്ചലമായ ഒരു മനസ്സും മാത്രം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം ലോകചരിത്രത്തിലെ തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ സമയമായിരുന്നു. നൂറ്റാണ്ടുകളായി കടലുകളെ ഭരിച്ചിരുന്ന വലിയ പായ്ക്കപ്പലുകളുടെ പ്രതാപം അവസാനിച്ചു തുടങ്ങിയിരുന്നു. കാറ്റിന്റെ ഗതി നോക്കി പായികൾ വിരിച്ച് സമുദ്രം താണ്ടിയിരുന്ന ആ പഴയ കാലത്തെ പതുക്കെ വിഴുങ്ങിക്കൊണ്ട് കൽക്കരി കത്തിച്ച് കറുത്ത പുകതുപ്പുന്ന വലിയ സ്റ്റീം കപ്പലുകൾ കടലുകൾ കീഴടക്കാൻ തുടങ്ങി. യന്ത്രങ്ങളുടെ മുഴക്കങ്ങൾക്കിടയിൽ കാറ്റിന്റെ ശബ്ദമെ സ്നേഹിച്ചിരുന്ന പഴയകാല നാവികർക്ക് തങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നതായി തോന്നി. ആ കൂട്ടത്തിലൊരാളായിരുന്നു ക്യാപ്റ്റൻ സ്ലോക്കം. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. നോവാസ്കോഷ്യയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട് വിട്ടിറങ്ങി കടലിലേക്ക് പോയതാണ്. കടൽ അദ്ദേഹത്തിന് ഒരു വിദ്യാലയമായിരുന്നു. തിരമാലകൾ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരും. ജീവിതത്തിന്റെ എല്ലാ പാഠങ്ങളും അദ്ദേഹം പഠിച്ചത് ആ ആഴങ്ങളിൽ നിന്നാണ്. സ്വന്തം കഴിവും കഠിനാധ്വാനവും കൊണ്ട് അദ്ദേഹം പടിപടിയായി ഉയർന്ന് വലിയ കപ്പലുകളുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് വരെ എത്തി. ലോകത്തിലെ മിക്കവാറും എല്ലാ തുറമുഖങ്ങളും അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ, പുതിയ സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ ആ പഴയ നാവികനെ ആർക്കും വേണ്ടാതായി. തന്റെ 60-ാം വയസ്സിലേക്കടുക്കുമ്പോൾ ഒരു ജോലിയുമില്ലാതെ, സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ സ്ലോക്കം ജീവിതത്തിന്റെ തീരത്ത് ഒറ്റപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ജീവിതം ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു. തന്റെ കൂടെ എപ്പോഴും കടൽയാത്രകളിൽ പങ്കുചേർന്നിരുന്ന, ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന വിർജീനിയയുടെ അപ്രതീക്ഷിത മരണം അദ്ദേഹത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നു. കടൽ അദ്ദേഹത്തിന് എല്ലാം നൽകി, ഒപ്പം പലതും തിരിച്ചെടുക്കുകയും ചെയ്തു. ബ്രസീലിൽ വെച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം കപ്പലായ ആക്വിഡ്നെക്ക് ഒരു വലിയ അപകടത്തിൽപ്പെട്ട് പൂർണ്ണമായും തകർന്നുപോയി. അതോടെ അദ്ദേഹത്തിന്റെ സമ്പാദ്യമെല്ലാം നശിച്ചു. ആരുമില്ലാത്ത, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ പഴയ ഒരു സുഹൃത്തായ ക്യാപ്റ്റൻ എബൻ പിയേഴ്സ് അദ്ദേഹത്തെ കാണാൻ വരുന്നത്. സംസാരത്തിനിടയിൽ സുഹൃത്തൊരു കാര്യം പറഞ്ഞു. "എന്റെ കയ്യിലൊരു കപ്പലുണ്ട്, നിനക്ക് വേണമെങ്കിൽ അത് എടുത്തുകൊള്ളുക." ഒരു പുതിയ കപ്പൽ ലഭിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ സ്ലോക്കത്തിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ജനിച്ചു. എന്നാൽ മാസച്യൂസെറ്റ്സിലെ ഒരു വയലിൽ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന ആ കപ്പൽ കണ്ടപ്പോൾ ആരുടെയും കണ്ണ് നിറഞ്ഞുപോകും. ഒരു പഴയ ഓയിസ്റ്റർ ബോട്ട്. അതിന്റെ പേരായിരുന്നു സ്പ്രേ. വർഷങ്ങളോളം വെയിലും മഴയുമേറ്റ് മരപ്പലകകളെല്ലാം ദ്രവിച്ച് ഏതാണ്ടൊരു അസ്ഥികൂടം പോലെയാണത് കിടന്നിരുന്നത്. ഒരു കപ്പലെന്നതിനെ വിളിക്കാൻ പോലും കഴിയില്ലായിരുന്നു.
സുഹൃത്ത് അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി നൽകിയതാണോ എന്നുപോലും ആർക്കും തോന്നിപ്പോകുന്ന അവസ്ഥ. പക്ഷെ ശ്ലോകം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ആ ദ്രവിച്ച ബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ അദ്ദേഹം തന്റെ സ്വന്തം ജീവിതമാണ് കണ്ടത്. തകർന്നുപോയ തന്റെ ജീവിതത്തെ തിരികെ പിടിക്കാൻ ആ ബോട്ടിനെ പുനർനിർമ്മിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സ് വിശ്വസിച്ചിരിക്കാം. മാസങ്ങളോളം ആരും സഹായത്തിനില്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് ആ ബോട്ട് അഴിച്ചുപണിതു. കാട്ടിൽ പോയി ഏറ്റവും ഉറപ്പുള്ള ഓക്കുമരങ്ങൾ വെട്ടിക്കൊണ്ടുവന്നു. ഓരോ മരപ്പലകയും അതിസൂക്ഷ്മമായി ചെത്തിമിനുക്കി. ഇരുമ്പിന്റെ ആണികൾക്ക് പകരം ചെമ്പിന്റെ ആണികൾ ഉപയോഗിച്ചു. കാരണം ഉപ്പുവെള്ളത്തിൽ ഇരുമ്പ് വേഗത്തിൽ തുരുമ്പെടുക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ചുറ്റുമുള്ള നാട്ടുകാരും മറ്റു നാവികരും ഈ കാഴ്ച കണ്ട് അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചു. ഈ കിഴവന് ഭ്രാന്താണോ? ഈ ദ്രവിച്ച കൊതുമ്പുവെള്ളം വെച്ച് ഇയാൾ എന്തു ചെയ്യാനാണ്? അവർ പരസ്പരം ചോദിച്ചു. എന്നാൽ ശ്ലോകം അതൊന്നും കേട്ടതായി നടിച്ചില്ല. അദ്ദേഹം തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ ആണി തറയ്ക്കുമ്പോഴും ഓരോ പലക ഉറപ്പിക്കുമ്പോഴും അദ്ദേഹം തന്റെ ഉള്ളിലെ മുറിവുകളെയാണ് ഉണക്കിയിരുന്നത്. 13 മാസത്തെ കഠിനാധ്വാനത്തിനു ശേഷം ആ പഴയ അസ്ഥികൂടം ഒരു മനോഹരമായ പായ്ക്കപ്പലായി മാറി. അതൊരത്ഭുതമായിരുന്നു. അദ്ദേഹത്തിന്റെ കരവിളുകിൽ സ്പ്രേ പുനർജനിച്ചു. എങ്കിലും ഒരു വലിയ ചോദ്യം ബാക്കിയായിരുന്നു. ഈ ചെറിയ ബോട്ട് എന്തിനാണ്? ഇതിൽ കയറി മീൻ പിടിക്കാനാണോ? അപ്പോഴാണ് ശ്ലോകം തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭ്രാന്തമായ എന്നാൽ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഞാനീ ബോട്ടിൽ ലോകം ചുറ്റാൻ പോവുകയാണ്, അതും പൂർണ്ണമായും ഒറ്റയ്ക്ക്. ആ പ്രഖ്യാപനം കേട്ട് ആളുകൾ സ്തംഭിച്ചുപോയി. അതൊരാത്മഹത്യയാണെന്ന് പലരും മുന്നറിയിപ്പ് നൽകി. ഒരു ചെറിയ കാറ്റടിച്ചാൽ മറിഞ്ഞുപോകാൻ സാധ്യതയുള്ള ഒരു ബോട്ടിൽ ശാന്തസമുദ്രവും അറ്റ്ലാന്റിക്കും താണ്ടുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. കൂടാതെ സമുദ്രത്തിലൊളിഞ്ഞിരിക്കുന്ന കടൽ കൊള്ളക്കാർ, കൊടുങ്കാറ്റുകൾ, പട്ടിണി, ദാഹം എന്നിങ്ങനെ എത്രയോ അപകടങ്ങൾ. എന്നാൽ ശ്ലോകത്തിന്റെ മുഖത്ത് യാതൊരു ഭയവുമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു വലിയ യാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കൃത്യമായ ദിശയറിയാൻ അക്കാലത്ത് നാവികർ ഉപയോഗിച്ചിരുന്നത് വളരെ വില കൂടിയ ക്രോണോമീറ്റർ എന്ന ഉപകരണമാണ്. എന്നാൽ അത് വാങ്ങാനുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു. കേടുപാടുകൾ വന്ന കണ്ണാടി പോലുമില്ലാത്ത ഒരു ചെറിയ ടിൻ ക്ലോക്കാണ് അദ്ദേഹം സമയം നോക്കാൻ കരുതിയത്. തന്റെ അപാരമായ ബുദ്ധിശക്തിയും നക്ഷത്രങ്ങളെ നോക്കി ദിശ മനസ്സിലാക്കാനുള്ള പരമ്പരാഗത അറിവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. യാത്ര പുറപ്പെടുന്ന ദിവസം തുറമുഖത്ത് വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. പലരും അദ്ദേഹത്തെ അവസാനമായി കാണാൻ വന്നതാണ്. കാരണം അദ്ദേഹം ജീവനോടെ തിരിച്ചുവരുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. മൂടൽമഞ്ഞ് പതിയെ മാറാൻ തുടങ്ങി. ശ്ലോകം തന്റെ ബോട്ടിലേക്ക് കയറി, നങ്കൂലമുയർത്തി. കാറ്റ് പായകളിൽ തട്ടി നിറഞ്ഞു. പതിയെ, വളരെ പതിയെ സ്പ്രേ ആ തുറമുഖം വിട്ട് വിശാലമായ സമുദ്രത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. ഭൂതകാലത്തിന്റെ വേദനകളെല്ലാം ആ കരയിൽ ഉപേക്ഷിച്ച് അനിശ്ചിതത്വത്തിന്റെ, നിഗൂഢതയുടെ, അപകടങ്ങളുടെ ആഴക്കടലിലേക്ക് ആ മനുഷ്യൻ ഊളിയിട്ടു. തന്റെ മുന്നിൽ കാത്തിരിക്കുന്നതെന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. വിശപ്പും ഏകാന്തതയും മരണഭയവും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഇതിഹാസതുല്യമായ ഏകാന്തയാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. സമുദ്രത്തിന്റെ ഇരുണ്ട രഹസ്യങ്ങളിലേക്കും ഭയപ്പെടുത്തുന്ന ഏകാന്തതയുടെ ആഴങ്ങളിലേക്കും സ്പ്രേ എന്ന ആ ചെറിയ ബോട്ട് നീങ്ങിത്തുടങ്ങി. അത് വെറുമൊരു യാത്രയായിരുന്നില്ല, മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും അതിജീവനത്തിന്റെയും ഒരു വലിയ പരീക്ഷണമായിരുന്നു. തുറമുഖത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്നും അതിവിശാലമായ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അനിശ്ചിതത്വത്തിലേക്ക് സ്പ്രേ പ്രവേശിച്ചതോടെ ക്യാപ്റ്റൻ ജോഷ്വാ ശ്ലോകത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം ആരംഭിക്കുകയായിരുന്നു. കരയുടെ അവസാനത്തെ കാഴ്ചയും ചക്രവാളത്തിൽ ഒരു മങ്ങിയ വര പോലെ മറഞ്ഞപ്പോൾ ഭൂമിയുമായുള്ള തന്റെ ഒരേയൊരു ബന്ധം എന്നേക്കുമായി അറ്റുപോയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഇനി ചുറ്റും നീലനിറത്തിലുള്ള അനന്തമായ ജലപ്പരപ്പ് മാത്രം. ഒരു വശത്ത് അവസാനമില്ലാത്ത ആകാശം, മറുവശത്ത് അടിത്തട്ടറിയാത്ത സമുദ്രം. ഇവ രണ്ടിനുമിടയിൽ ആയുസ്സിന്റെ പാതിയും പിന്നിട്ട ഒരു മനുഷ്യൻ പൂർണ്ണമായും ഒറ്റയ്ക്ക്. കൂറ്റൻ തിരമാലകൾ സ്പ്രേയുടെ മരപ്പലകകളിൽ ആഞ്ഞടിക്കുമ്പോൾ ആ ചെറിയ ബോട്ട് ഒരു പഞ്ഞി പോലെ ഉയർന്നും താഴ്ന്നും പോയിക്കൊണ്ടിരുന്നു. പകൽ സമയങ്ങളിൽ സൂര്യന്റെ കാഠിന്യവും രാത്രികളിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ഭയാനകമായ ഏകാന്തതയും അദ്ദേഹത്തെ പൊതിഞ്ഞു. ആരുമായും സംസാരിക്കാനില്ല, തന്റെ ശബ്ദം കേൾക്കാൻ താൻ മാത്രമേയുള്ളൂ എന്ന തിരിച്ചറിവ് ഏതൊരു മനുഷ്യന്റെയും സമനില തെറ്റിക്കാൻ പോന്നതായിരുന്നു.
ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വലിയ മാനസിക വെല്ലുവിളിയായിരുന്നു ശ്ലോകത്തിന് നേരിടേണ്ടി വന്നത്. താൻ എന്തിനാണ് ഈ ഭ്രാന്തൻ തീരുമാനമെടുത്തത് എന്ന് ഒരുപക്ഷെ അദ്ദേഹം സ്വയം ചോദിച്ചിട്ടുണ്ടാകാം. കാറ്റിന്റെ ഇരമ്പലും കപ്പലിന്റെ പലകകൾ ഞെരിയുന്ന ശബ്ദവും മാത്രമായിരുന്നു അദ്ദേഹത്തിന് കൂട്ടായുണ്ടായിരുന്നത്. പലപ്പോഴും അദ്ദേഹം തന്നോട് തന്നെ ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങി. ഏകാന്തതയെന്ന അദൃശ്യനായ ശത്രുവിനെ തോൽപ്പിക്കാൻ അതൊന്നുമാത്രമായിരുന്നു വഴി. ചിലപ്പോൾ അദ്ദേഹം കടൽക്കാക്കകളോട് സംസാരിച്ചു, ചിലപ്പോൾ തിരമാലകളോട്. മനുഷ്യന്റെ ശബ്ദം കേൾക്കാത്ത ദിവസങ്ങൾ കടന്നുപോകുന്തോറും തന്റെ തന്നെ ശബ്ദം തനിക്ക് അപരിചിതമായി മാറുന്നതായി അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. സമുദ്രത്തിലൂടെയുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി അറിയുക എന്നതാണ്. ഒരു ചെറിയ പിഴവുമതി എല്ലാം അവസാനിക്കാൻ. മറ്റു വലിയ കപ്പലുകളിലെല്ലാം നാവികർക്ക് വഴികാട്ടാൻ അത്യാധുനിക ഉപകരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ശ്ലോകത്തിന്റെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് കേടുവന്ന വളരെ വില കുറഞ്ഞ ഒരു ടിൻ ക്ലോക്ക് മാത്രമായിരുന്നു. അതിന്റെ സൂചികൾ പോലും പലപ്പോഴും കൃത്യമായിരുന്നില്ല. എന്നാൽ ആ കുറവിനെ തന്റെ അപാരമായ ബുദ്ധിശക്തി കൊണ്ടും അനുഭവസമ്പത്തുകൊണ്ടുമാണ് അദ്ദേഹം മറികടന്നത്. രാത്രികളിൽ ആകാശത്തെ നക്ഷത്രങ്ങളുടെ സ്ഥാനവും ചന്ദ്രന്റെ ചലനങ്ങളും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് അദ്ദേഹം തന്റെ കപ്പലിന്റെ സ്ഥാനം കണക്കുകൂട്ടി. ഈ വിദ്യയെ ഡെഡ് റെക്കണിംഗ് എന്നാണ് നാവികർ വിളിച്ചിരുന്നത്. ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമുള്ള അദ്ദേഹത്തിന്റെ അറിവ് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും ആയിരക്കണക്കിന് മൈലുകൾ മാറി ആരുമറിയാത്ത ഏതെങ്കിലും ദ്വീപിലോ പാറക്കെട്ടിലോ ചെന്നിടിച്ച് ബോട്ട് തകർന്നേക്കാം. എന്നാൽ ശ്ലോകത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് ഒരാധുനിക യന്ത്രത്തെക്കാൾ കൃത്യതയുണ്ടായിരുന്നു. പ്രകൃതിയെ അദ്ദേഹം വായിച്ചത് ഒരു തുറന്ന പുസ്തകം പോലെയാണ്. തിരമാലകളുടെ നിറവും ആകൃതിയും കടൽപക്ഷികളുടെ സാന്നിധ്യവും കാറ്റിന്റെ ഗതിയും നോക്കി എത്ര ദൂരത്താണ് കരയുള്ളതെന്ന് അദ്ദേഹം പ്രവചിച്ചു. കടലിന്റെ ഓരോ സ്പന്ദനവും ആ മനുഷ്യന് മനഃപ്പാഠമായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വന്യതയിലൂടെ ആഴ്ചകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ കൊടുങ്കാറ്റുകളെയും വമ്പൻ തിരമാലകളെയും അതിജീവിച്ച് അദ്ദേഹം യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും ഇടയിലുള്ള ജിബ്രാൾട്ടർ കടലിടുക്കിലെത്തി. മെഡിറ്ററേനിയൻ സമുദ്രം വഴി സുയസ് കനാൽ കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്ലാൻ. താരതമ്യേന എളുപ്പമുള്ള വഴിയായിരുന്നു അത്. എന്നാൽ ജിബ്രാൾട്ടറിൽ വെച്ച് നാവികസേനയിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴാണ് താൻ ചെയ്യാൻ പോകുന്നത് എത്രത്തോളം വലിയ അബദ്ധമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. നോർത്ത് ആഫ്രിക്കയുടെ തീരങ്ങൾ, പ്രത്യേകിച്ച് മൊറോക്കോയുടെയും അൾജീരിയയുടെയും തീരങ്ങൾ അന്നറിയപ്പെട്ടിരുന്നത് കടൽ കൊള്ളക്കാരുടെ വിഹാരകേന്ദ്രം എന്ന നിലയിലായിരുന്നു. ദയ എന്ന വാക്കുപോലും അറിയാത്ത ക്രൂരന്മാരായ മനുഷ്യരായിരുന്നു അവർ. വലിയ ആയുധങ്ങളുമായി എത്തുന്ന അവരുടെ മുന്നിൽ ഒരു ചെറിയ ബോട്ടിൽ ആയുധങ്ങളൊന്നുമില്ലാതെ യാത്ര ചെയ്യുന്ന ശ്ലോകം വളരെ എളുപ്പമുള്ള ഇരയായിരുന്നു. അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി ബോട്ട് കൊള്ളയടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ ശ്ലോകത്തിനു മുന്നിൽ ഒരു വലിയ പ്രതിസന്ധി ഉയർന്നുവന്നു. തന്റെ പദ്ധതികളെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു. മുന്നോട്ടുപോയാൽ മരണമുറപ്പാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം കുറച്ചുനേരം ആലോചനയിലാണ്ടു. എന്നാൽ ലോകം ചുറ്റുക എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. മെഡിറ്ററേനിയൻ കടൽ ഒഴിവാക്കി സഞ്ചരിക്കാൻ തീരുമാനിച്ചെങ്കിലും ആഫ്രിക്കൻ തീരത്തുകൂടി കുറച്ചു ദൂരം അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നു. ആ സമയം വല്ലാത്തൊരു ഭയം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് അപകടം വരികയെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് ശാന്തമായ സമുദ്രത്തിലൂടെ സ്പ്രേ മുന്നോട്ടു പോകുമ്പോൾ ചക്രവാളത്തിൽ ഒരു പായ്ക്കപ്പലിന്റെ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. തുടക്കത്തിൽ അതൊരു സാധാരണ മീൻപിടുത്തക്കപ്പലാണെന്നാണ് ശ്ലോകം കരുതിയത്. എന്നാൽ അതിന്റെ യാത്രാവഴിയും അസാധാരണമായ വേഗതയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അപായസൂചന മുഴങ്ങി. അതൊരു ഫെലൂക്കയായിരുന്നു, അറബ് കടൽക്കൊള്ളക്കാർ ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം വേഗതയേറിയ കപ്പൽ. കാറ്റിനെ കീറിമുറിച്ചുകൊണ്ട് അത് നേരെ സ്പ്രേ ലക്ഷ്യമാക്കി കുതിച്ചുവരികയായിരുന്നു. ശ്ലോകം പെട്ടെന്ന് തന്റെ ദൂരദർശിനി എടുത്തുനോക്കി. ആ കാഴ്ച അദ്ദേഹത്തിന്റെ രക്തം മരവിപ്പിച്ചു. ആ കപ്പലിന്റെ തട്ടിൽ തോക്കുകളും മൂർച്ചയേറിയ വാളുകളുമായി നിൽക്കുന്ന ക്രൂരന്മാരായ കൊള്ളക്കാർ. കാറ്റിൽ പാറിക്കളിക്കുന്ന അവരുടെ വസ്ത്രങ്ങളും മുഖത്തെ കൊലവെറിയും ദൂരദർശിനിയിലൂടെ വ്യക്തമായി കാണാമായിരുന്നു. അവർ തന്റെ ജീവനെടുക്കാൻ വരികയാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും ഉറപ്പായി. ഒരു നിമിഷം പോലും വൈകാതെ ശ്ലോകം സ്പ്രേയുടെ പായകൾ മുഴുവനായി വിരിച്ച് പരമാവധി വേഗതയിൽ കപ്പലോടിക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്പ്രേയേക്കാൾ എത്രയോ മടങ്ങ് വേഗതയുള്ളതായിരുന്നു കൊള്ളക്കാരുടെ കപ്പൽ. അത് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. മരണത്തിന്റെ തണുത്ത ശ്വാസം തന്റെ കഴുത്തിൽ വീഴുന്നതായി ശ്ലോകത്തിന് തോന്നി. താൻ പിടിക്കപ്പെടാൻ പോകുകയാണെന്ന് ഉറപ്പായ നിമിഷം. തന്റെ കൈവശം പ്രതിരോധിക്കാനൊന്നുമില്ല. തോൽവി സമ്മതിക്കാൻ മനസ്സില്ലായിരുന്നിട്ടും ആ നിസ്സഹായതയിൽ അദ്ദേഹം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി.
അപ്പോഴാണ് അപ്രതീക്ഷിതമായി സമുദ്രത്തിന്റെ സ്വഭാവം മാറിയത്. അതുവരെ ശാന്തമായിരുന്ന കടലിൽ പെട്ടെന്ന് വലിയ കാറ്റ് വീശാൻ തുടങ്ങി. ആകാശം കറുത്തിരുണ്ടു. ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. തിരമാലകളുടെ വലിപ്പം കൂടിവന്നു. ഈ കാറ്റ് സ്പ്രേയ്ക്ക് രക്ഷയാകുമോ അതോ ശിക്ഷയാകുമോ എന്ന് ശ്ലോകത്തിനറിയില്ലായിരുന്നു. എന്നാൽ പ്രകൃതി ആ പഴയ നാവികന്റെ കൂടെയായിരുന്നു. അതോ ഭാഗ്യം അദ്ദേഹത്തെ തുണച്ചതോ? പെട്ടെന്നുണ്ടായ അതിശക്തമായ കാറ്റിൽ കൊള്ളക്കാരുടെ വലിയ പായ്മരം വലിയ ശബ്ദത്തോടെ ഒടിഞ്ഞു വീണു. അതോടെ അവരുടെ കപ്പലിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒടിഞ്ഞ മരത്തടിയും പായകളും വെള്ളത്തിൽ വീണ് അവരുടെ യാത്രാവഴി തടസ്സപ്പെട്ടു. അത്ഭുതകരമായൊരു രക്ഷപ്പെടൽ. കൊടുങ്കാറ്റിൽപ്പെട്ട് അവരുടെ കപ്പൽ ആടിയുലയുന്നത് അദ്ദേഹം നോക്കി നിന്നു. തന്റെ കൺമുന്നിൽ നടന്ന ആ സംഭവം ശ്ലോകത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവൻ തിരിച്ചുകിട്ടിയതിന്റെ ആശ്വാസത്തിൽ അദ്ദേഹം സ്പ്രേയുടെ ചുക്കാൻ പതുക്കെ തിരിച്ചു. ആ ഭയാനകമായ അനുഭവത്തിനു ശേഷം ഇനിയും ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് ആത്മഹത്യയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കടൽ കൊള്ളക്കാർ സമുദ്രത്തിലെ ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞു. ലോകം ചുറ്റാൻ ഇനി ഒരേയൊരു വഴിയേ ബാക്കിയുള്ളൂ. ജിബ്രാൾട്ടറിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് തന്നെ തിരികെ പോയി തെക്കേ അമേരിക്കയുടെ താഴെക്കൂടി ആരും പോകാൻ ഭയപ്പെടുന്ന ഭയാനകമായ മഗല്ലൻ കടലിടുക്ക് കടന്ന് പസഫിക് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുക. അതായത് തന്റെ ലക്ഷ്യത്തിലെത്താൻ അദ്ദേഹം പിന്നിട്ട ആയിരക്കണക്കിന് മൈലുകൾ വീണ്ടും തിരികെ സഞ്ചരിക്കണം. വീണ്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ്. ശാരീരികമായും മാനസികമായും തളർത്തുന്ന ഒരു തീരുമാനമായിരുന്നു അത്. മാസങ്ങളോളമുള്ള യാത്ര പാഴായിരിക്കുന്നു. എന്നാൽ ശ്ലോകത്തിന്റെ മനസ്സിൽ പരാജയസമ്മതമില്ലായിരുന്നു. അദ്ദേഹം തന്റെ ബോട്ടിന്റെ ദിശ മാറ്റി. വീണ്ടും വിശാലമായ അറ്റ്ലാന്റിക്കിലേക്ക്. ഇത്തവണ ലക്ഷ്യം തെക്കേ അമേരിക്കയാണ്. അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് കടൽ കൊള്ളക്കാരേക്കാൾ ഭയാനകമായ സമുദ്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച കാലാവസ്ഥയും മനുഷ്യരെ ആക്രമിക്കാൻ മടിയില്ലാത്ത തദ്ദേശീയരായ ഗോത്രവർഗക്കാരുമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരധ്യായത്തിലേക്ക് സ്പ്രേ നീങ്ങാൻ തുടങ്ങിയിരുന്നു. രണ്ടാമതും അറ്റ്ലാന്റിക് സമുദ്രം താണ്ടുക എന്നത് ഏതൊരു നാവികനെയും സംബന്ധിച്ചിടത്തോളം കടുത്ത മാനസിക പരീക്ഷണമാണ്. താൻ പിന്നിട്ട ആയിരക്കണക്കിന് മൈലുകൾ യാതൊരു അർത്ഥവുമില്ലാതെ വീണ്ടും താണ്ടേണ്ടി വരിക. തന്റെ ലക്ഷ്യത്തിൽ നിന്നും കൂടുതൽ അകന്നുപോവുകയാണെന്ന തോന്നൽ. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി. ആഫ്രിക്കൻ തീരങ്ങളിലെ ചൂടുള്ള കാറ്റിൽ നിന്നും പതുക്കെ പതുക്കെ സ്പ്രേ എന്ന ആ ചെറിയ ബോട്ട് തെക്കേ അമേരിക്കയുടെ തീരങ്ങളിലൂടെ താഴേക്ക് ലോകത്തിന്റെ തെക്കേ അറ്റത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ തെളിഞ്ഞ ആകാശവും ശാന്തമായ കടലും പതിയെ അപ്രത്യക്ഷമായി. പകരം അന്തരീക്ഷത്തിൽ ഒരുതരം ഇരുണ്ട ഭയാനകമായ മരവിപ്പ് പടരാൻ തുടങ്ങി. ആകാശം എപ്പോഴും ചാരനിറത്തിൽ മൂടിക്കെട്ടി നിന്നു. സൂര്യനെ കണ്ടിട്ട് ദിവസങ്ങളായി. തണുത്ത കാറ്റ് ശ്ലോകത്തിന്റെ മുഖത്ത് സൂചികൾ പോലെ തറച്ചുകയറി. അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച നാവികരുടെ പേണിസ്വപ്നമായ ഒരു സമുദ്രഭാഗത്താണ്. ഹോൺ മുനമ്പിനും തെക്കേ അമേരിക്കൻ വൻകരയ്ക്കുമിടയിലുള്ള ഇടുങ്ങിയ ചുഴികളും കൊടുങ്കാറ്റുകളും നിറഞ്ഞ ഭയാനകമായ പാത. സാക്ഷാൽ ഫെർഡിനാൻഡ് മഗല്ലൻ കണ്ടെത്തിയ മഗല്ലൻ കടലിടുക്ക്. ചരിത്രത്തിൽ എത്രയോ കൂറ്റൻ കപ്പലുകൾ ആ കടലിടുക്കിലെ കൂർത്ത പാറക്കെട്ടുകളിൽ ഇടിച്ചു തകർന്നിട്ടുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ആയിരക്കണക്കിനു നാവികരുടെ അസ്ഥികൂടങ്ങൾക്ക് മുകളിലൂടെയാണ് ശ്ലോകം തന്റെ 36 അടി മാത്രം നീളമുള്ള ചെറിയ ബോട്ടിൽ സഞ്ചരിക്കുന്നത്. മഗല്ലൻ കടലിടുക്കിലെ പ്രധാന വില്ലൻ സമുദ്രമായിരുന്നില്ല, മറിച്ച് അവിടെ രൂപപ്പെടുന്ന അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകളായിരുന്നു. ഇരുവശത്തുമുള്ള മഞ്ഞുമൂടിയ കൂറ്റൻ പർവ്വതനിരകളിൽ നിന്നും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ താഴേക്ക് വീശിയടിക്കുന്ന അതിശക്തമായ കാറ്റ്. വില്ലി വാവ്സ് എന്നാണ് നാവികർ അതിനെ വിളിച്ചിരുന്നത്. ഒരു നിമിഷം ശാന്തമായി കിടക്കുന്ന കടലിൽ പെട്ടെന്നെവിടെ നിന്നോ ഒരു ഭ്രാന്തൻ കാറ്റുവന്ന് വെള്ളത്തെ ചുഴറ്റിയെടുക്കും. വലിയ കപ്പലുകളെപ്പോലും നിമിഷനേരം കൊണ്ട് കീഴ്മേൽ മറിക്കാൻ പോകുന്ന ശക്തിയുണ്ടായിരുന്നു ആ കാറ്റിന്. രാവും പകലും ശ്ലോകം തന്റെ ബോട്ടിന്റെ ചുക്കാൻ മുറുകെ പിടിച്ചുനിന്നു. ഉറക്കമെന്നത് അദ്ദേഹത്തിന് അന്യമായി. ഒരു നിമിഷം കണ്ണടച്ചാൽ, ഒരു നിമിഷം അശ്രദ്ധ കാണിച്ചാൽ സ്പ്രേ ഏതെങ്കിലും പാറക്കെട്ടിൽ ചെന്നിടിച്ചു തകരും. തണുത്തുറഞ്ഞ വെള്ളം ഇടയ്ക്കിടെ ബോട്ടിന്റെ തട്ടിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു. വിരലുകൾ മരവിച്ചു മരത്തടി പോലെയായി. എങ്കിലും ആ മനുഷ്യൻ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. പ്രകൃതിയുടെ ഈ വന്യമായ ഭാവങ്ങളോട് ഒറ്റയ്ക്ക് പൊരുതുന്നതിനിടയിലാണ് ഭൂമിശാസ്ത്രപരമായ പ്രതിസന്ധികളേക്കാൾ ഭയാനകമായ മറ്റൊരു വലിയ അപകടം തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന സത്യം അദ്ദേഹം തിരിച്ചറിയുന്നത്. ആ തണുത്തുറഞ്ഞ വിജനമായ തീരങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല.
ടിയറ ഡെൽ ഫ്യൂഗോ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തെ ദ്വീപുകളിൽ വളരെ അപകടകാരികളായ ഒരു തദ്ദേശീയ ഗോത്രവർഗം താമസിച്ചിരുന്നു. ഫ്യൂജിയനുകൾ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. കടുത്ത ദാരിദ്ര്യവും വിശപ്പും അതിജീവനത്തിനായുള്ള പോരാട്ടവും അവരെ ക്രൂരന്മാരാക്കി മാറ്റിയിരുന്നു. സമുദ്രത്തിൽ തകർന്നു വീഴുന്ന കപ്പലുകളിലെ സാധനങ്ങൾ മോഷ്ടിക്കാനും അതിൽ നിന്നും രക്ഷപ്പെട്ട് കരയ്ക്കെത്തുന്ന നാവികരെ കൊന്നൊടുക്കാനും അവർക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. മരപ്പട്ടകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ കൊതുമ്പുവള്ളങ്ങളിൽ സംഘമായാണ് അവർ ഇര തേടിയിരുന്നത്. ആധുനിക മനുഷ്യനുമായി യാതൊരു സമ്പർക്കവുമില്ലാത്ത കാടിന്റെയും കടലിന്റെയും വന്യത പേറുന്ന മനുഷ്യർ. ശ്ലോകത്തിന്റെ ചെറിയ പായ്ക്കപ്പൽ ആ കടലിടുക്കിലേക്ക് പ്രവേശിച്ചതു മുതൽ അവർ അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പകൽ വെളിച്ചത്തിൽ തീരത്തെ കാടുകൾക്കിടയിലൂടെ ചില നിഴലുകൾ ചലിക്കുന്നത് ശ്ലോകം കണ്ടു തുടങ്ങി. രാത്രികളിൽ ഇരുണ്ട മലഞ്ചെരിവുകളിൽ അവർ കത്തിച്ച തീക്കുണ്ടങ്ങൾ ചുവന്ന കണ്ണുകൾ പോലെ അദ്ദേഹത്തെ പേടിപ്പിച്ചു. ശ്ലോകത്തിന് തന്റെ അവസ്ഥയുടെ തീവ്രത പൂർണ്ണമായും മനസ്സിലായി. ആയുധമില്ലാത്ത ഒറ്റയ്ക്കായ ഒരു മനുഷ്യൻ അവർക്ക് വളരെ എളുപ്പമുള്ള ഇരയാണ്. ഏതു നിമിഷവും അവർ ആക്രമിച്ചേക്കാം. ഭയമൊരു തണുത്ത പാമ്പിനെ പോലെ അദ്ദേഹത്തിന്റെ നട്ടെല്ലിലൂടെ അരിച്ചിറങ്ങി. പകൽ സമയങ്ങളിൽ തന്റെ തോക്കുയർത്തി കാണിച്ച് അവരെ ഭയപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു തവണ അവരിലൊരാൾ അദ്ദേഹത്തിന്റെ ബോട്ടിനു നേരെ അമ്പെയ്യാൻ ശ്രമിച്ചപ്പോൾ ശ്ലോകം തന്റെ റൈഫിൾ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിയുതിർത്തു. തോക്കിന്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ട് അവർ തൽക്കാലത്തേക്ക് പിന്മാറി. എന്നാൽ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവർ തീർച്ചയായും തിരിച്ചുവരും, അതും ഇരുട്ടിന്റെ മറവിൽ. അങ്ങനെയൊരു ദിവസം രാത്രി. ദിവസങ്ങളായുള്ള ഉറക്കമില്ലായ്മ ശ്ലോകത്തിനെ ശാരീരികവും മാനസികവുമായി തളർത്തി. കൺപോടകൾ കിരുമ്പിന്റെ ഭാരമുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. ശരീരം വിശ്രമം ആവശ്യപ്പെടുന്നു, എന്നാൽ ഉറങ്ങിയാൽ മരണമുറപ്പാണ്. സ്പ്രേയെ ഒരു സുരക്ഷിതമായ ഉൾക്കടലിൽ നങ്കൂരമിട്ട ശേഷം ക്യാബിനുള്ളിൽ തോക്കും പിടിച്ച് അദ്ദേഹം കാത്തിരുന്നു. പുറത്ത് കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. ഒരടി അകരെയുള്ളതുപോലും കാണാൻ കഴിയാത്തത്ര കട്ടിയുള്ള മൂതമ്മഞ്ഞ്. എങ്ങും ഭയാനകമായ നിശബ്ദത. ഇടയ്ക്ക് കടൽവെള്ളം ബോട്ടിന്റെ വശങ്ങളിൽ വന്ന് തട്ടുന്ന നേർത്ത ശബ്ദം. പെട്ടെന്ന് അദ്ദേഹം എന്തോ ഒന്ന് ഓർത്തെടുത്തു. യാത്ര തിരിക്കുന്നതിനു മുൻപ് ബോസ്റ്റണിൽ നിന്നും ഒരു സുഹൃത്ത് തമാശയായി നൽകിയ ഒരു ചെറിയ പെട്ടി കപ്പലിന്റെ അടിത്തട്ടിലെവിടെയോ ഇരിപ്പുണ്ടായിരുന്നു. കാർപ്പറ്റുകൾ തറയിൽ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന വളരെ കൂർത്ത മുനയുള്ള ചെറിയ ആണികൾ നിറഞ്ഞ ഒരു പെട്ടി. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങൾക്ക് സാധിക്കുമോ? ആ ചിന്ത അദ്ദേഹത്തിലൊരു പുതിയ ഉണർവുണ്ടാക്കി. അദ്ദേഹം ആ പെട്ടി തപ്പിയെടുത്ത് ഡെക്കിലേക്ക് വന്നു. എന്നിട്ട് ഇരുട്ടിന്റെ മറവിൽ ബോട്ടിന്റെ തട്ടിലാകെ ആ ആണികൾ വിതറി. മുന മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഒരാൾക്ക് പോലും കാലുകുത്താൻ കഴിയാത്ത വിധം ബോട്ടിന്റെ തട്ടു മുഴുവൻ ആണികൾ കൊണ്ട് നിറച്ചു. തന്റെ ലോകപ്രശസ്തമായ കാർപ്പറ്റ് ടാക് ഡിഫൻസ് അവിടെ ഒരുങ്ങുകയായിരുന്നു. അതിനുശേഷം താഴെ ക്യാബിനിൽ പോയി ശ്ലോകം തന്റെ തോക്കിനെ കെട്ടിപ്പിടിച്ച് ഒന്ന് മയങ്ങാൻ ശ്രമിച്ചു. ഭയം കാരണം ഹൃദയമിടിപ്പ് വളരെ വേഗത്തിലായിരുന്നു. പുറത്തെ ഇരുട്ടിൽ മരവിപ്പിക്കുന്ന തണുപ്പിൽ മരണത്തിന്റെ കാൽപ്പെരുമാറ്റത്തിനായി അദ്ദേഹം കാതോർത്തു. അർദ്ധരാത്രി കഴിഞ്ഞ ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ നേർത്ത മയക്കം മുറിഞ്ഞു. പുറത്തു വെള്ളത്തിലെന്തോ അനക്കം. മരത്തിന്റെ പങ്കായങ്ങൾ വെള്ളത്തിൽ വളരെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ തുഴയുന്നതിന്റെ ശബ്ദം. ഇരുട്ടിന്റെ മറപറ്റി ഫ്യൂജിയൻ അക്രമികളുടെ വള്ളങ്ങൾ സ്പ്രേയുടെ അടുത്തെത്തിയിരിക്കുന്നു. ശ്ലോകം ശ്വാസമടക്കി പിടിച്ചു. തന്റെ തോക്കിൽ വിരലമർത്തി അദ്ദേഹം ക്യാബിന്റെ വാതിലിനു പിന്നിൽ പതുങ്ങി നിന്നു. നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്തുനിന്നും മനുഷ്യരുടെ ഭയാനകമായ അലർച്ച ഉയർന്നു. വേദന കൊണ്ടുള്ള ഞരക്കങ്ങളും നിലവിളികളും. ശബ്ദമുണ്ടാക്കാതെ നഗ്മപാതരായി ബോട്ടിന്റെ തട്ടിലേക്ക് ചാടിക്കയറിയ അക്രമികളുടെ കാൽവെള്ളയിൽ കൂർത്ത ഇരുമ്പാണികൾ ആഴത്തിൽ തറച്ചുകയറിയിരുന്നു. ഇരുട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവർ പരസ്പരം തട്ടിത്തടഞ്ഞു വീണു. ഓരോ തവണ വീഴുമ്പോഴും കൂടുതലാണികൾ അവരുടെ ശരീരത്തിൽ തറഞ്ഞുകയറി. അമാനുഷികമായ എന്തോ ഒന്നാണ് തങ്ങളെ ആക്രമിക്കുന്നതെന്ന് കരുതി ഭയന്നു വിറച്ച അവർ വേദന കൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് ആ തണുത്തുറഞ്ഞ കടൽവെള്ളത്തിലേക്ക് തന്നെ തിരികെ എടുത്തുചാടി. വെള്ളത്തിൽ വലിയ ശബ്ദത്തോടെ അവർ നീന്തി അകലുന്നതിന്റെ ശബ്ദം ശ്ലോകം കേട്ടുനിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാം പഴയതുപോലെ ശാന്തമായി. കാറ്റിന്റെ ശബ്ദം മാത്രം ബാക്കിയായി. തോക്കും പിടിച്ച് ആ ഇരുട്ടിൽ ശ്ലോകം കുറച്ചുനേരം കൂടി നിന്നു. തന്റെ ബുദ്ധിശക്തി ഒന്നുകൊണ്ടാണ് ഇന്ന് രാത്രി താൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പിറ്റേന്ന് രാവിലെ വെളിച്ചം വീണപ്പോൾ അദ്ദേഹം ഡെക്കിലേക്ക് വന്നു. അവിടെ ചിതറിക്കിടക്കുന്ന ആണികളിൽ രക്തപ്പാടുകളുണ്ടായിരുന്നു. ആ കാഴ്ച അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. താൻ എന്തിനാണ് ഈ ഏകാന്ത യാത്ര ചെയ്യുന്നത്? മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന ഈ ലോകത്ത് പ്രകൃതിയുടെ വന്യതയോട് പൊരുതുന്നതാണോ ഇതിലും നല്ലത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹത്തിന് തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ ഒന്നുറപ്പാണ്, ലോകം ചുറ്റുക എന്ന തന്റെ ലക്ഷ്യത്തിൽ നിന്നും ഇനി ഒരടി പോലും പിന്നോട്ടില്ല.
കടൽ എത്ര വലിയ വെല്ലുവിളികൾ നൽകിയാലും അതിനെ നേരിടാൻ ആ പഴയ നാവികൻ തയ്യാറായിരുന്നു. മക്കല്ലൻ കടലിടുക്കിലെ മരണഭയത്തെ അതിജീവിച്ച് പസഫിക് സമുദ്രത്തിന്റെ അനന്തമായ നീലപ്പരപ്പിലേക്ക് സ്പ്രേ തന്റെ യാത്ര തുടരുകയായിരുന്നു. ഇനി എന്താണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്? മഗല്ലൻ കടലിടുക്കിന്റെ ആ മരണക്കെണിയിൽ നിന്നും രക്ഷപ്പെട്ട സ്പ്രേ ശാന്തസമുദ്രമെന്ന് നമ്മൾ വിളിക്കുന്ന പസഫിക് സമുദ്രത്തിന്റെ അതിരുകളില്ലാത്ത വിസ്തൃതിയിലേക്ക് സാവധാനം പ്രവേശിച്ചു. പേര് സൂചിപ്പിക്കുന്നതുപോലെ അത്ര ശാന്തമായിരുന്നില്ല ആ തുടക്കം. കരയിൽ നിന്നും അകന്നു തുടങ്ങുന്തോറും സമുദ്രത്തിന്റെ ഭാവം മാറിമറിഞ്ഞു. ആഴ്ചകളോളം കര കാണാത്ത യാത്ര, ചുറ്റും നീലനിറത്തിലുള്ള ജലപരപ്പല്ലാതെ മറ്റൊന്നുമില്ലാത്ത അവസ്ഥ. ഈ ഘട്ടത്തിലാണ് ഏകാന്തത എന്ന വലിയ ശത്രു ശ്ലോകത്തെ ശാരീരികവും മാനസികവുമായി വേട്ടയാടി തുടങ്ങിയത്. ഒരു മനുഷ്യൻ എത്ര നാൾ തന്നോട് തന്നെ സംസാരിക്കും? എത്ര കാലം നിശബ്ദതയെ കൂട്ടുപിടിക്കും? ആ വിശാലമായ ശൂന്യതയിൽ സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെടുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. താൻ ഇപ്പോഴും ജീവനോടെയുണ്ടോ അതോ ഈ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എവിടെയോ മറഞ്ഞുപോയോ എന്നദ്ദേഹം സ്വയം സംശയിച്ചു. മനസ്സ് പലപ്പോഴും മിഥ്യാധാരണകളിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. ഈ ഏകാന്തതയുടെ പരമ്യത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരൂഹവും ഇന്നും ശാസ്ത്രലോകത്തിന് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്തതുമായ ആ സംഭവം നടക്കുന്നത്. യാത്രയ്ക്കിടയിൽ ഒരു ദിവസം ശ്ലോകത്തിന് കടുത്ത ഭക്ഷ്യവിഷബാധയേറ്റു. താൻ കരുതിവച്ചിരുന്ന ഭക്ഷണത്തിൽ വന്ന എന്തോ തകരാറ് കാരണം അദ്ദേഹത്തിന്റെ വയറ്റിൽ കടുത്ത വേദന അനുഭവപ്പെട്ടു. ശരീരം തളർന്നു, കാഴ്ച മങ്ങി. ബോട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അദ്ദേഹത്തിന് ശേഷിയുണ്ടായിരുന്നില്ല. പുറത്താണെങ്കിൽ കടൽ പതിയെ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നു. കാറ്റാഞ്ഞു വീശുന്നു. ബോട്ടിന്റെ പായകൾ കൃത്യമായി ക്രമീകരിച്ചില്ലെങ്കിൽ ഈ കാറ്റിൽ സ്പ്രേ മറിഞ്ഞുപോകും എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. പക്ഷേ കൈകാലുകൾ ചലിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് ശേഷിയുണ്ടായിരുന്നില്ല. മരണത്തിനു മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങി ക്യാബിന്റെ തറയിൽ അദ്ദേഹം അബോധാവസ്ഥയിലേക്ക് വഴുതി വീണു. ആ അവസ്ഥയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ബോധമനസ്സ് കണ്ട ഒരു സ്വപ്നമാകാം, അല്ലെങ്കിൽ കടുത്ത പനിയിലുണ്ടായ ഒരു തോന്നലുമാകാം. ക്യാബിന്റെ വാതിൽക്കൽ ഒരു അപരിചിതൻ നിൽക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള നാവികരുടെ വസ്ത്രധാരണ രീതിയായിരുന്നു അയാൾക്ക്. തലയിൽ ഒരു തൊപ്പിയും കയ്യിൽ കപ്പൽ നിയന്ത്രിക്കാനുള്ള ചെറിയൊരു ചക്രവും. അയാൾ ശ്ലോകത്തെ നോക്കി ചിരിച്ചു. താൻ ആരാണെന്ന ശ്ലോകം ചോദിച്ചപ്പോൾ അയാൾ നൽകിയ മറുപടി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഞാൻ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കപ്പലായ പിൻഡയിലെ നാവികനാണ്. നീ വിശ്രമിച്ചോളൂ, നിന്റെ കപ്പൽ ഞാൻ സുരക്ഷിതമായി നയിക്കാം. 19-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ശ്ലോകത്തിനു മുന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയ ഒരു നാവികൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ അദൃശ്യനായ മനുഷ്യൻ കപ്പലിന്റെ ചുക്കാൻ തിരിക്കുന്നതും കൊടുങ്കാട്ടിനെ അതിജീവിച്ച് സ്പ്രേയെ സുരക്ഷിതമായി നയിക്കുന്നതും താൻ കണ്ടു എന്നു ശ്ലോകം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം ബോധം തിരിച്ചുകിട്ടിയപ്പോൾ ശ്ലോകം കണ്ടത് അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. കൊടുങ്കാറ്റ് അവസാനിച്ചിരിക്കുന്നു. താൻ മയങ്ങി വീണപ്പോൾ എവിടെയായിരുന്നുവോ അവിടെ നിന്നും എത്രയോ മൈലുകൾ മുന്നിലേക്ക് ശരിയായ ദിശയിൽ തന്നെ കപ്പലെത്തിയിരിക്കുന്നു. തന്റെ ഭാവനയാണോ അതോ പ്രകൃതിയുടെ എന്തെങ്കിലും മായയാണോ അതെന്ന് അദ്ദേഹത്തിന് ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ അനുഭവം അദ്ദേഹത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. താൻ ഈ യാത്രയിൽ ഒറ്റയ്ക്കല്ലെന്നും ഏതോ അദൃശ്യശക്തി തന്നെ കാക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചു തുടങ്ങി. പസഫിക് സമുദ്രത്തിലൂടെയുള്ള യാത്രയിൽ അടുത്ത ലക്ഷ്യം ജ്വാൻ ഫെർണാണ്ടസ് ദ്വീപുകളായിരുന്നു. പ്രശസ്തമായ റോബിൻസൺ ക്രൂസോ എന്ന നോവലിന് ആധാരമായ യഥാർത്ഥ സംഭവം നടന്ന ഇടം. മാസങ്ങളോളം മനുഷ്യശബ്ദം കേൾക്കാത്ത ശ്ലോകത്തിന് ആ ദ്വീപ് ഒരു വലിയ ആശ്വാസമായിരുന്നു. അവിടെയുള്ള വളരെ കുറച്ചുമാത്രം വരുന്ന ജനങ്ങൾ ആ ചെറിയ ബോട്ടിൽ ഒറ്റയ്ക്ക് വന്ന നാവികനെ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. അവർ അദ്ദേഹത്തിനു വേണ്ട ഭക്ഷണവും ശുദ്ധജലവും നൽകി. പകരമായി താൻ കരുതിയിരുന്ന ചില സാധനങ്ങൾ അദ്ദേഹം അവർക്കും നൽകി. അല്പദിവസത്തെ വിശ്രമത്തിനു ശേഷം വീണ്ടും കടലിലേക്ക്. ഓരോ തവണ കര കാണുമ്പോഴും അവിടെത്തന്നെ നിൽക്കാൻ മനസ്സാഗ്രഹിക്കുമെങ്കിലും ലോകം ചുറ്റുക എന്ന ലക്ഷ്യം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. പസഫിക്കിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ കാറ്റ് പൂർണ്ണമായും നിലച്ചുപോയ ദിവസങ്ങളുണ്ടായിരുന്നു. കപ്പൽ ഒരിഞ്ചുപോലും ചലിക്കാതെ ആ കത്തുന്ന വെയിലിൽ ദിവസങ്ങളോളം കിടന്നു. കുടിവെള്ളം തീർന്നുപോകുമോ എന്ന ഭയം, ഭക്ഷണത്തിനായുള്ള ബുദ്ധിമുട്ട്. എന്നാൽ സമുദ്രം അദ്ദേഹത്തിനു മുന്നിൽ വഴികൾ തുറന്നുകൊടുത്തു. കപ്പലിനു ചുറ്റും നീന്തിത്തുടിക്കുന്ന മീനുകളെ അദ്ദേഹം ആഹാരമാക്കി. മഴവെള്ളം സംഭരിച്ച് കുടിവെള്ളമാക്കി. പ്രകൃതിയോടിണങ്ങി ജീവിക്കാൻ അദ്ദേഹം പഠിച്ചു. ഈ യാത്രയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് സ്പ്രേ എന്ന ആ ബോട്ട് തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ ശ്ലോകം തന്റെ ബോട്ടിലെ മരപ്പലകകളോട് സംസാരിക്കാൻ തുടങ്ങി. സ്പ്രേയ്ക്കൊരു ആത്മാവുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു.
അത് തന്റെ ഓരോ ചലനങ്ങളോടും പ്രതികരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. രാത്രികളിൽ തിരമാലകൾ കപ്പലിന്റെ വശങ്ങളിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദം സ്പ്രേ തന്നോടെന്തോ രഹസ്യം പറയുന്നതാണെന്ന് അദ്ദേഹം വിചാരിച്ചു. മാനസികമായ തകർച്ചയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത് കപ്പലിനോടുള്ള ഈ ആത്മബന്ധമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഏകാന്തതയെ ഒരുപക്ഷേ ഏറ്റവും വലിയ സൗഹൃദമാക്കി മാറ്റാൻ ശ്ലോകത്തിന് കഴിഞ്ഞു. എന്നാൽ വെല്ലുവിളികൾ അവിടെയും അവസാനിച്ചില്ല. പസഫിക് താണ്ടി ഓസ്ട്രേലിയൻ തീരങ്ങളിലേക്കടുക്കുമ്പോൾ സമുദ്രത്തിന്റെ സ്വഭാവം വീണ്ടും മാറി. വലിയ പവിഴപ്പുറ്റുകളും ഒളിഞ്ഞിരിക്കുന്ന മണൽത്തിട്ടകളും സ്പ്രേയുടെ യാത്ര തടസ്സപ്പെടുത്താൻ തുടങ്ങി. ഒരു ചെറിയ പിഴവു മതി സ്പ്രേയുടെ അടിഭാഗം തകർന്ന് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകാൻ. ഉറക്കമില്ലാത്ത രാത്രികൾ വീണ്ടും ശ്ലോകത്തെ തേടിയെത്തി. കയ്യിലുള്ള ഭൂപടങ്ങൾ നോക്കി വളരെ സാവധാനം, അതീവ ജാഗ്രതയോടെ അദ്ദേഹം മുന്നോട്ടു നീങ്ങി. ഓസ്ട്രേലിയൻ തീരത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ഒറ്റയ്ക്ക് ലോകം ചുറ്റാനിറങ്ങിയ ആ വൃദ്ധനെക്കുറിച്ചുള്ള വാർത്തകൾ അപ്പോഴേക്കും ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങിയിരുന്നു. പത്രപ്രവർത്തകരും സാധാരണക്കാരും അദ്ദേഹത്തെ കാണാൻ തുറമുഖങ്ങളിൽ തടിച്ചുകൂടി. എന്നാൽ പ്രശസ്തിയേക്കാൾ അദ്ദേഹം ആഗ്രഹിച്ചത് തന്റെ യാത്ര പൂർത്തിയാക്കാനായിരുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും മെൽബണിലും മാസങ്ങളോളം ചെലവഴിച്ച അദ്ദേഹം സ്പ്രേയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. അവിടെ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്. യാത്രയുടെ പകുതിയിലധികം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അപകടങ്ങൾ കുറഞ്ഞില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അപ്രതീക്ഷിത കാറ്റുകളും മൺസൂൺ കാലാവസ്ഥയും അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. ഒപ്പം തന്റെ ആരോഗ്യവും ക്ഷയിച്ചുവരുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്രായം നൽകുന്ന തളർച്ചയേക്കാൾ ദീർഘകാലത്തെ ഏകാന്തത അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. പലപ്പോഴും താൻ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും മറന്നുപോകുന്ന നിമിഷങ്ങൾ. എങ്കിലും തന്റെ ലക്ഷ്യത്തിലേക്ക് ഇനി കുറച്ചു ദൂരം കൂടി മാത്രമേയുള്ളൂ എന്ന ചിന്ത അദ്ദേഹത്തിന് കരുത്തു നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട മറ്റൊരു വലിയ വെല്ലുവിളി വന്യമൃഗങ്ങളുടെ ആക്രമണമായിരുന്നു. കടലിൽ വലിയ തിമിംഗലങ്ങൾ കപ്പലിന് സമീപം വരുന്നത് പതിവായി. സ്പ്രേയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ആ ജീവികൾ ഒന്ന് തട്ടിയാൽ മതി എല്ലാം അവസാനിക്കാൻ. ഒരിക്കൽ ഒരു വലിയ തിമിംഗലം സ്പ്രേയുടെ തൊട്ടു താഴെക്കൂടി നീന്തിപ്പോയപ്പോൾ കപ്പലൊന്ന് ആടിയുലഞ്ഞു. മരണത്തിന്റെ നിഴൽ വീണ്ടും തന്റെ മേൽ വീണതായി ശ്ലോകത്തിന് തോന്നി. എങ്കിലും പ്രകൃതിയുടെ ഓരോ വന്യതയെയും അദ്ദേഹം സ്നേഹത്തോടെയാണ് കണ്ടത്. മനുഷ്യരേക്കാൾ തനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഈ കടലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓരോ വെല്ലുവിളിയും തന്നെ കൂടുതൽ കരുത്തനാക്കുകയാണെന്ന് അദ്ദേഹം കരുതി. തെക്കേ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പു ലക്ഷ്യമാക്കി സ്പ്രേ കുതിച്ചു. നാവികരുടെ പേടിസ്വപ്നമായ മറ്റൊരു പ്രദേശം. അവിടെ കപ്പലുകൾ തകരുന്നത് സാധാരണമായിരുന്നു. എന്നാൽ സ്പ്രേയുടെ പായലുകൾ കാറ്റിൽ ആടിയുലഞ്ഞ് തിരമാലകളെ കീറിമുറിച്ചു മുന്നോട്ടുപോയി. ക്യാപ്റ്റൻ ശ്ലോകം തന്റെ ചുക്കാൻ മുറുകെ പിടിച്ചു. ഇനി കുറച്ചു നാളുകൾ കൂടി. തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ അദ്ദേഹം സ്വയം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരങ്ങൾ പിന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രവിശാലമായ മാറിലേക്ക് സ്പ്രേ കടന്നപ്പോൾ ശ്ലോകത്തിന്റെ മനസ്സിൽ സമ്മിശ്രമായ വികാരങ്ങളായിരുന്നു. ലോകത്തിന്റെ പകുതിയിലധികം താൻ പിന്നിട്ടിരിക്കുന്നു എന്ന ആശ്വാസം ഒരു വശത്ത്. എന്നാൽ മുന്നിൽ ഇനിയും താണ്ടാൻ കിടക്കുന്ന ആയിരക്കണക്കിന് മൈലുകളുടെ ഓർമ്മ മറുവശത്ത്. പസഫിക് സമുദ്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ മഹാസമുദ്രത്തിന് മറ്റൊരു ഭാവമായിരുന്നു. വാണിജ്യക്കാറ്റുകൾ എന്നറിയപ്പെടുന്ന സ്ഥിരമായ കാറ്റുകൾ സ്പ്രേയുടെ പായകളെ എപ്പോഴും വീർപ്പിച്ചു നിർത്തി. എങ്കിലും ചില രാത്രികളിൽ സമുദ്രം പെട്ടെന്ന് നിശബ്ദമാകും. ഭയാനകമായ ആ നിശബ്ദതയിൽ കപ്പലിന്റെ പലകകൾ ഞെരിയുന്ന നേർത്ത ശബ്ദം മാത്രം കേൾക്കാം. അത്തരം രാത്രികളിൽ ശ്ലോകം കപ്പലിന്റെ തട്ടിൽ മലർന്നു കിടന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ചിന്തിക്കും. താൻ ജനിച്ചു വളർന്ന നോവാ സ്കോഷ്യയിലെ മഞ്ഞുമൂടിയ മലനിരകളും താൻ സ്നേഹിച്ച മനുഷ്യരും അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിറയും. ഏകാന്തത വീണ്ടും ഒരു വലിയ രാക്ഷസനെപ്പോലെ അദ്ദേഹത്തെ വിഴുങ്ങാൻ വരും. എന്നാൽ ആ പഴയ നാവികൻ അതിനെ നേരിടാൻ പുതിയ വഴികൾ കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ ക്യാബിനിൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ കുറേയധികം പുസ്തകങ്ങളുണ്ടായിരുന്നു. ഏകാന്തതയെ തോൽപ്പിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധം വായനയായിരുന്നു. വാഷിംഗ്ടൺ ഇർവിങ്ങിന്റെയും ഷേക്സ്പിയറിന്റെയും പുസ്തകങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും വായിച്ചു. അതിശക്തമായ കാറ്റുള്ളപ്പോൾ കപ്പലിന്റെ ചുക്കാൻ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം കപ്പലിന്റെ തട്ടിൽ നിന്ന് ഉച്ചത്തിൽ ഷേക്സ്പിയർ നാടകങ്ങളിലെ സംഭാഷണങ്ങൾ വിളിച്ചു പറയുമായിരുന്നു. കടലിന്റെ ഇരമ്പലുകൾക്കും കാറ്റിന്റെ സീൽക്കാരത്തിനുമിടയിൽ വില്യം ഷേക്സ്പിയറിന്റെ വരികൾ ഉച്ചത്തിൽ ചൊല്ലുന്ന ആ ഏകാന്തനായ മനുഷ്യന്റെ രൂപം എത്രമാത്രം വിചിത്രവും എന്നാൽ കാവ്യാത്മകവുമായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കൂ. തന്നോട് സംവദിക്കാൻ മനുഷ്യരില്ലാത്തപ്പോൾ പ്രകൃതിയോടും
തന്റെ വായനയിലെ കഥാപാത്രങ്ങളോടും അദ്ദേഹം സംവദിച്ചു. അദ്ദേഹത്തിന്റെ വിരലുകളിൽ പായകൾ വലിച്ചുകെട്ടിയുണ്ടായ വലിയ തഴമ്പുകൾ രൂപപ്പെട്ടിരുന്നു. വെയിലും ഉപ്പുവെള്ളവുമേറ്റ അദ്ദേഹത്തിന്റെ മുഖം ഒരു തുകൽ കഷ്ണം പോലെ കരിവാളിച്ചിരുന്നു. കണ്ണുകളിലെപ്പോഴും ഒരുതരം ജാഗ്രത നിഴലിച്ചിരുന്നു. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ശരീരം കൂടുതൽ തളർന്നുകൊണ്ടിരുന്നു. എങ്കിലും മനസ്സ് കൂടുതൽ ദൃഢമാവുകയായിരുന്നു. ആഴ്ചകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ സ്പ്രേ കീലിംഗ് കോക്കോസ് എന്ന ചെറിയ ദ്വീപ സമൂഹത്തിലെത്തി. സമുദ്രത്തിന് നടുവിൽ പ്രകൃതി തീർത്ത ഒരു പച്ചപ്പട്ടുമെത്ത പോലെയുള്ള മനോഹരമായ ദ്വീപുകൾ. തെളിഞ്ഞ നീലവെള്ളവും വെളുത്ത മണൽത്തീരങ്ങളും പനങ്കൂട്ടങ്ങളും നിറഞ്ഞ ആ ദ്വീപ് ശ്ലോകത്തിനൊരു വലിയ ആശ്വാസമായിരുന്നു. ലോകത്തിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടു കിടന്നിരുന്ന ആ ദ്വീപിലെ ജനങ്ങൾ വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒറ്റയ്ക്ക് ലോകം ചുറ്റാനിറങ്ങിയ ആ മനുഷ്യനെ അവർ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ശ്ലോകം തന്റെ ബോട്ടിൽ നിന്ന് കരക്കിറങ്ങി ആ ദ്വീപിലെ മനുഷ്യരോടൊപ്പം കുറച്ചു ദിവസങ്ങൾ ചിലവഴിച്ചു. അവർ അദ്ദേഹത്തിന് ആവശ്യമായ ശുദ്ധജലവും പഴങ്ങളും നൽകി. പകരം തന്റെ കൈവശമുണ്ടായിരുന്ന ചില സാധനങ്ങൾ അദ്ദേഹം അവർക്കു കൊടുത്തു. അവിടെയുള്ള കുട്ടികൾക്ക് സ്പ്രേ എന്ന കപ്പൽ ഒരു വലിയ വിസ്മയമായിരുന്നു. അവർ ദിവസവും ആ ബോട്ടിനു ചുറ്റും വന്ന് കളിച്ചു. കുട്ടികളുടെ ചിരിശബ്ദം നാളുകൾക്ക് ശേഷം ശ്ലോകത്തിന്റെ കാതുകളിൽ ഒരു സംഗീതം പോലെ മുഴങ്ങി. തന്റെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള ഓർമ്മകൾ ആ നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഈരണണിയിച്ചിരിക്കാം. എങ്കിലും വൈകാരികതയിൽ തളർന്നിരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു. തന്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. സ്നേഹം നിറഞ്ഞ ആ ദ്വീപ് നിവാസികളോട് വിട പറഞ്ഞ് അദ്ദേഹം വീണ്ടും കടലിലേക്ക് തന്റെ യാത്ര തുടർന്നു. അടുത്ത ലക്ഷ്യം മൗറീഷ്യസ് ആയിരുന്നു. കൊക്കോസ് ദ്വീപുകളിൽ നിന്നും മൗറീഷ്യസിലേക്കുള്ള യാത്ര താരതമ്യേന ശാന്തമായിരുന്നു. സ്പ്രേയുടെ പായകൾ ശരിയായ ദിശയിൽ കാറ്റിനെ ഉൾക്കൊണ്ട് മുന്നോട്ടു കുതിച്ചു. ആ ദിവസങ്ങളിൽ ശ്ലോകം തന്റെ പുസ്തകമെഴുതുന്നതിനായി കുറിപ്പുകൾ തയ്യാറാക്കാൻ തുടങ്ങി. ഓരോ ദിവസത്തെയും കാലാവസ്ഥ, യാത്ര ചെയ്ത ദൂരം, കണ്ട കാഴ്ചകൾ എന്നിവ അദ്ദേഹം തന്റെ ലോഗ് ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തി. ഭാവി തലമുറകൾക്ക് തന്റെ ഈ യാത്ര ഒരു ചരിത്രരേഖയായി മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മൗറീഷ്യസിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥരും നാട്ടുകാരും അദ്ദേഹത്തെ കാണാൻ തുറമുഖത്തെത്തി. അദ്ദേഹത്തിന്റെ ഭയാനകമായ മഗല്ലൻ കടലെടുക്കിലെ അനുഭവങ്ങളും കൊള്ളക്കാരിൽ നിന്നുള്ള രക്ഷപ്പെടലും അപ്പോഴേക്കും പത്രങ്ങളിലൂടെ ലോകമറിഞ്ഞിരുന്നു. മൗറീഷ്യസിലെ നാവികർക്ക് അദ്ദേഹം ഒരു ഹീറോയെപ്പോലെയായിരുന്നു. അവിടെ വെച്ച് സ്പ്രേയുടെ ചില അറ്റകുറ്റപ്പണികൾ അദ്ദേഹം തീർത്തു. പുതിയ പായകൾ വാങ്ങി. യാത്രയുടെ അടുത്ത ഘട്ടം വളരെ അപകടം പിടിച്ചതാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്തുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ്. മുൻപ് കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച കടൽപാതകളിലൊന്നാണ്. 2 വലിയ സമുദ്രങ്ങൾ സംഗമിക്കുന്ന അവിടെ തിരമാലകൾക്ക് അസാമാന്യമായ വലിപ്പവും ശക്തിയുമായിരിക്കും. മൗറീഷ്യസിൽ നിന്നുള്ള യാത്രയുടെ തുടക്കം മുതൽ തന്നെ സമുദ്രം അതിന്റെ രൗദ്രഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. അന്തരീക്ഷം ഇരുണ്ടു. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ശ്ലോകം തന്റെ കപ്പലിലെ സാധനങ്ങളെല്ലാം സുരക്ഷിതമായി കെട്ടിവെച്ചു. എന്ത് പ്രതിസന്ധിയെയും നേരിടാൻ തയ്യാറായി അദ്ദേഹം ചുക്കാൻ പിടിച്ചു നിന്നു. ഗുഡ് ഹോപ്പ് മുനമ്പിനോടടുക്കുന്തോറും കടലിന്റെ സ്വഭാവം കൂടുതൽ വന്യമായിക്കൊണ്ടിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തണുത്ത ജലവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൂടുള്ള അഗുൽഹാസ് പ്രവാഹവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്ത് വെള്ളം ഒരു തിളയ്ക്കുന്ന പാത്രം പോലെയായിരുന്നു. കൂറ്റൻ തിരമാലകൾ സ്പ്രേയുടെ മുകളിലേക്ക് ആഞ്ഞടിച്ചു. ഓരോ തവണ തിരമാലകൾ വന്നിടിക്കുമ്പോഴും കപ്പൽ വലിയ ശബ്ദത്തോടെ കുലുങ്ങി. ആഫ്രിക്കൻ തീരങ്ങളിലെ ഇരുണ്ട പാറക്കെട്ടുകൾ ദൂരെ നിന്ന് കാണാമായിരുന്നു. ആ പാറക്കെട്ടുകളിൽ ഇടിച്ച് തകർന്ന നിരവധി കപ്പലുകളുടെ കഥകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രാവും പകലും വ്യത്യാസമില്ലാതെ അദ്ദേഹം കപ്പലിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ഉറക്കമെന്നത് പൂർണ്ണമായും ഉപേക്ഷിച്ചു. തുടർച്ചയായ ഉറക്കമില്ലായ്മ കാരണം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ശരീരമാകെ ഉപ്പുവെള്ളം ഉണങ്ങിപ്പിടിച്ച് വെളുത്ത പാടുകൾ വീണിരുന്നു. ഒരു കൈയിൽ ചുക്കാനും മറുകൈയിൽ ഒരു കയറും പിടിച്ച് അദ്ദേഹം കപ്പലിന്റെ തട്ടിൽ ഉറച്ചുനിന്നു. നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളിലൂടെ തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചിറങ്ങി. എന്നാൽ അതൊന്നും അദ്ദേഹത്തിന്റെ ഏകാഗ്രതയെ ബാധിച്ചില്ല. തന്റെ അവസാന ശ്വാസം വരെ പൊരുതാൻ ആ മനുഷ്യൻ തയ്യാറായിരുന്നു. പ്രകൃതിയുടെ ഈ വലിയ പരീക്ഷണങ്ങൾക്കിടയിലും ശ്ലോകം തന്റെ ബുദ്ധിശക്തി പൂർണ്ണമായും ഉപയോഗിച്ചു. തിരമാലകളുടെ താളത്തിനൊത്ത് കപ്പലിനെ നയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കാറ്റിന്റെ ദിശ മാറുന്നതിനനുസരിച്ച് പായകൾ ക്രമീകരിച്ചു. അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു. ഒരാളുടെ ബുദ്ധിയും മറ്റൊന്നിന്റെ ശക്തിയും തമ്മിലുള്ള പോരാട്ടം. ദിവസങ്ങൾ നീണ്ട ആ ഭയാനകമായ യാത്രയ്ക്കൊടുവിൽ ശ്ലോകം ദക്ഷിണാഫ്രിക്കയുടെ തീരത്തെത്തി. അദ്ദേഹം ഗുഡ് ഹോപ്പ് മുനമ്പ് വിജയകരമായി താണ്ടി. നെയ്ത്തുകാരൻ നൂലുകൾ കോർക്കുന്നതുപോലെ
സമുദ്രത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളെ അദ്ദേഹം അതിവിദഗ്ധമായി തരണം ചെയ്തു. ദക്ഷിണാഫ്രിക്കയിലെ തുറമുഖത്ത് സ്പ്രേ നാങ്കുരമിട്ടപ്പോൾ അത് കാണാൻ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. ക്ഷീണിച്ചവശനായ തഴമ്പുകൾ നിറഞ്ഞ കൈകളുള്ള ആ വൃദ്ധനെ അവർ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളെ തോൽപ്പിച്ച മനുഷ്യൻ. എന്നാൽ ആ വലിയ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഊർജം ചോർത്തിക്കളഞ്ഞിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് പ്രകൃതിയുടെ വെല്ലുവിളികളായിരുന്നില്ല, മറിച്ച് മനുഷ്യരുമായുള്ള ചില രസകരവും എന്നാൽ വിചിത്രവുമായ അനുഭവങ്ങളായിരുന്നു. ആ വിശ്രമവേള അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ തുറമുഖത്ത് നങ്കൂരമിട്ട സ്പ്രേയെ കാണാൻ ആളുകൾ ഒഴുകിയെത്തി. ഭൂമിയുടെ അറ്റത്തുള്ള കൊടുങ്കാറ്റുകളെയും മരണച്ചുഴികളെയും അതിജീവിച്ചെത്തിയ ആ ചെറിയ മരക്കപ്പൽ അവർക്കൊരത്ഭുതമായിരുന്നു. തുറമുഖത്തെ വലിയ കപ്പലുകൾക്കിടയിൽ ഒതുങ്ങിക്കിടന്ന സ്പ്രേ എത്രയോ ആയിരക്കണക്കിന് മൈലുകളുടെയും ഉറക്കമില്ലാത്ത രാത്രികളുടെയും കഥകൾ പറയാതെ പറയുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം കരയിൽ കാലുകുത്തിയപ്പോൾ ശ്ലോകത്തിന്റെ ശരീരവും മനസ്സും വല്ലാതെ ക്ഷീണിച്ചിരുന്നു. പച്ചപ്പുല്ലിൽ പാദമമർത്തിയപ്പോൾ ഭൂമി കറങ്ങുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. നാവികർ അതിനെ സീ ലെഗ്സ് എന്നാണ് വിളിക്കാറുള്ളത്. കടലിന്റെ താളത്തിൽ തിരമാലകളുടെ ഉയർച്ച താഴ്ചകൾക്കൊപ്പം മാത്രം ജീവിച്ചു ശീലിച്ച ശരീരം കരയുടെ നിശ്ചലതയുമായി പൊരുത്തപ്പെടാൻ സമയമെടുത്തു. ആ രാത്രികളിൽ കരയിലെ സുരക്ഷിതമായ മുറിയിൽ കിടന്നുറങ്ങാൻ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടി. കപ്പൽ പലകകളുടെ ഞെരുക്കവും കാറ്റിന്റെ ഇരമ്പലുമില്ലാതെ അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. എങ്കിലും ചുറ്റും സ്നേഹം പ്രകടിപ്പിക്കുന്ന മനുഷ്യർ അദ്ദേഹത്തിന് വലിയൊരാശ്വാസമായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും അദ്ദേഹത്തെ കാണാൻ പത്രപ്രവർത്തകരും നാവികരും എത്തിക്കൊണ്ടിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ അദ്ദേഹത്തിന്റെ താമസത്തിനിടയിൽ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട വളരെ രസകരമായ എന്നാൽ മനുഷ്യന്റെ ചിന്താഗതികളെക്കുറിച്ച് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വലിയ സംഭവമുണ്ടായി. ആഫ്രിക്കൻ വൻകരയുടെ ഉള്ളറകൾ കണ്ടെത്തിയ കാടുകളുടെ രഹസ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ പ്രശസ്ത പര്യവേക്ഷകനായ ഹെൻറി മോർട്ടൺ സ്റ്റാൻലി അദ്ദേഹത്തെ കാണാൻ വന്നു. കരയിലെ ഏറ്റവും വലിയ സഞ്ചാരിയും കടലിലെ ഏറ്റവും വലിയ സഞ്ചാരിയും തമ്മിലുള്ള ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. അവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ശ്ലോകത്തെ ചിരിപ്പിക്കുകയും ഒപ്പം അത്ഭുതപ്പെടുത്തുകയും ചെയ്തത് മറ്റൊരു കൂടിക്കാഴ്ചയാണ്. ട്രാൻസ്വാൾ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായിരുന്ന പോൾ ക്രൂഗറുമായുള്ള അദ്ദേഹത്തിന്റെ സമാഗമം. പോൾ ക്രൂഗർ വളരെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഒപ്പം മതഗ്രന്ഥങ്ങളെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കടുത്ത യാഥാസ്ഥിതികനും. ശ്ലോകത്തെ ഒരു ഉദ്യോഗസ്ഥൻ പ്രസിഡന്റിന് മുന്നിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇതാണ് ക്യാപ്റ്റൻ ശ്ലോകം, ലോകം ചുറ്റി സഞ്ചരിക്കുന്ന മനുഷ്യൻ. ഈ വാചകം കേട്ടയുടനെ ക്രൂഗറുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അദ്ദേഹം ഉദ്യോഗസ്ഥന്റെ നേരെ തിരിഞ്ഞു പൊട്ടിത്തെറിച്ചു. ലോകം ചുറ്റുകയോ? ലോകം പരന്നതാണ്. നീ ലോകത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്ന് പറയൂ, അല്ലാതെ ലോകത്തിന് ചുറ്റും സഞ്ചരിക്കുന്നു എന്ന് പറയരുത്. അതൊരു വലിയ തമാശയായിരുന്നില്ല, മറിച്ച് ക്രൂഗർ അത് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലായിരുന്നു ആ മുറിയിൽ അന്ന് നടന്നത്. താൻ കടന്നുവന്ന ഭൂശാസ്ത്രപരമായ ദൂരങ്ങളെയും നക്ഷത്രങ്ങളെ നോക്കി ഭൂമിയുടെ ഗോളാകൃതിയെ അടിസ്ഥാനമാക്കി താൻ ചെയ്ത ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളെയും അപ്പാടെ റദ്ദാക്കുന്ന ആ വാക്കുകൾ കേട്ട് ശ്ലോകത്തിന് ശരിക്കും ചിരിയാണ് വന്നത്. അറിവില്ലായ്മ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് അദ്ദേഹം അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. താൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട സത്യത്തേക്കാൾ അവർ വിശ്വസിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആരോ എഴുതിവെച്ച വരികളെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പ്രസിഡന്റുമായി തർക്കിക്കാൻ നിൽക്കാതെ അദ്ദേഹം വളരെ ശാന്തനായി അവിടെ നിന്നും മടങ്ങി. കാരണം പ്രകൃതിയുടെ വലിയ സത്യങ്ങൾ നേരിട്ടറിഞ്ഞ ആ നാവികന് മനുഷ്യരുടെ ഈ ചെറിയ തർക്കങ്ങൾ വളരെ നിസാരമായി തോന്നി. കരയിലെ വിശ്രമവും പ്രശസ്തിയും അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മടുത്തു. വലിയ വിരുന്നുകളും സൽക്കാരങ്ങളും അദ്ദേഹത്തിന്റെ പ്രകൃതത്തിന് ചേരുന്നതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലെ നാവികൻ വീണ്ടും വിശാലമായ കടലിലേക്ക് വിളിച്ചു തുടങ്ങി. സ്പ്രേയുടെ തട്ടിലേക്ക് തിരികെ കയറുമ്പോഴാണ് അദ്ദേഹത്തിന് പൂർണ്ണമായ സമാധാനം ലഭിച്ചിരുന്നത്. 3 മാസത്തെ വിശ്രമത്തിനു ശേഷം ദക്ഷിണാഫ്രിക്കയുടെ തീരങ്ങളോട് വിട പറഞ്ഞ് അദ്ദേഹം വീണ്ടും സ്പ്രേയുടെ പായകൾ വിരിച്ചു. ഇത്തവണ ലക്ഷ്യം നടക്കെ അമേരിക്കയാണ്, തന്റെ മാതൃനാട്. വീണ്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക്, ഇത്തവണ തെക്കൻ അറ്റ്ലാന്റിക്കിന്റെ ശാന്തമായ ജലപ്പരപ്പിലൂടെ വടക്കോട്ട്. യാത്രയുടെ അവസാനഘട്ടം ആരംഭിക്കുകയാണ്. മനസ്സിപ്പോൾ കുറച്ചുകൂടി ശാന്തമാണ്. ഇനി അങ്ങോട്ട് കൊടുങ്കാറ്റുകളോ കടൽക്കൊള്ളക്കാരോ ഇല്ല എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അടുത്ത യാത്ര സെയിന്റ് ഹെലീന ദ്വീപിലേക്കായിരുന്നു. ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ഏകാന്ത ദ്വീപ്. ലോകത്തെ വിറപ്പിച്ച ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ശേഷം നാടുകടത്തിയത് ഈ ദ്വീപിലേക്കാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിച്ചതും. വളരെ കുറച്ചുപേർ മാത്രം താമസിക്കുന്ന ആ ദ്വീപിൽ ശ്ലോകം കുറച്ചുനാൾ ചിലവഴിച്ചു. നെപ്പോളിയനെ താമസിപ്പിച്ചിരുന്ന പഴയ വീടും അദ്ദേഹം നടന്ന വഴികളും ശ്ലോകം സന്ദർശിച്ചു. അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു ദാർശനികമായ ചിന്ത ഉയർന്നുവന്നു.
അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ലോകം മുഴുവൻ കാൽക്കീഴിലാക്കാൻ ആഗ്രഹിച്ച ഒരു വലിയ മനുഷ്യന്റെ അവസാനകാലത്തെ ഭയാനകമായ ഏകാന്തത. ഒരു വശത്ത് തനിക്ക് ചുറ്റുമുള്ള വിശാലമായ സമുദ്രത്തിൽ താൻ സ്വയം തിരഞ്ഞെടുത്ത ഏകാന്തത. അധികാരവും പണവും ഒന്നുമില്ലെങ്കിലും താൻ എത്രത്തോളം സ്വതന്ത്രനാണെന്ന് ആ ദ്വീപിലെ ശൂന്യതയിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നെപ്പോളിയന്റെ ആത്മാവുറങ്ങുന്ന ആ ദ്വീപിൽ നിന്നും ആത്മീയമായ വലിയൊരു കരുത്തുമായാണ് അദ്ദേഹം വീണ്ടും യാത്ര തിരിച്ചത്. അവിടെ നിന്നും വീണ്ടും അറ്റ്ലാന്റിക്കിന്റെ ഹൃദയഭാഗത്തേക്ക് സ്പ്രേ കുതിച്ചു. എന്നാൽ ഈ സമയം ലോകത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. സമുദ്രത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ശ്ലോകം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അമേരിക്കയും സ്പെയിനും തമ്മിലുള്ള വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയമായിരുന്നു അത്. പസഫിക്കിലും കരീബിയനിലും പീരങ്കികൾ ഗർജിക്കുന്ന കാലം. അങ്ങനെയൊരു ദിവസം സമുദ്രത്തിനു നടുവിൽ കനത്ത മൂടൽമഞ്ഞിലൂടെ സ്പ്രേ മുന്നോട്ടു പോകുമ്പോൾ ഭയാനകമായൊരു കാഴ്ച ശ്ലോകം കണ്ടു. മൂടൽമഞ്ഞിനെ വകഞ്ഞുമാറ്റിക്കൊണ്ട് ഇരുമ്പിന്റെ ഒരു വലിയ പർവ്വതം പോലെയുള്ള കപ്പൽ തന്റെ നേർക്ക് വരുന്നു. അതൊരു സാധാരണ കപ്പലായിരുന്നില്ല. വലിയ പീരങ്കികൾ ഘടിപ്പിച്ച അമേരിക്കയുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പലായ USS ഒറിഗൺ ആയിരുന്നു അത്. ആ കപ്പലിന്റെ മുൻപിൽ സ്പ്രേ വെറും ഒരു കളിപ്പാട്ടം പോലെ ചെറുതായിരുന്നു. അവർ സ്പ്രേയെ കണ്ട് കപ്പലിന്റെ വേഗത കുറച്ചു. അമേരിക്കൻ നാവികർ തങ്ങളുടെ കൊടിമരത്തിൽ പതാകകൾ ഉയർത്തിക്കൊണ്ട് ശ്ലോകത്തോട് സിഗ്നൽ വഴി ചോദിച്ചു, സ്പെയിനുമായുള്ള യുദ്ധമെന്തായി? അവർ കീഴടങ്ങിയോ? അപ്രതീക്ഷിതമായ ആ ചോദ്യം കണ്ട് ശ്ലോകം അമ്പരന്നു. യുദ്ധമോ? എന്ത് യുദ്ധം? മാസങ്ങളായി കടലിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ശ്ലോകത്തിന് മനുഷ്യർ തമ്മിൽ യുദ്ധം തുടങ്ങിയ കാര്യം പോലും അറിയില്ലായിരുന്നു. ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ, മനുഷ്യരുടെ ചോരച്ചൊരിച്ചിലുകൾ അറിയാതെ ഒരു മനുഷ്യൻ കടലിന്റെ ശാന്തതയിൽ ഒഴുകി നടക്കുന്നു എന്ന സത്യം ആ പടുകൂറ്റൻ യുദ്ധക്കപ്പലിലെ നാവികരെയും അത്ഭുതപ്പെടുത്തി. ശ്ലോകം തന്റെ ബോട്ടിലെ സിഗ്നൽ പതാക ഉപയോഗിച്ച് മറുപടി നൽകി. എനിക്കറിയില്ല, ഞാൻ കടലിലാണ്. ആ മറുപടിയിലെല്ലാം അടങ്ങിയിരുന്നു. മനുഷ്യർ കരയിൽ അധികാരം പിടിച്ചെടുക്കാൻ പരസ്പരം കൊന്നൊടുക്കുമ്പോൾ ഈ പ്രായമായ മനുഷ്യൻ പ്രകൃതിയോട് പൊരുതി ലോകം മുഴുവൻ ഒറ്റയ്ക്ക് കീഴടക്കി സ്വന്തം രാജ്യത്തേക്ക് തിരികെ വരികയാണ്. ഒരു തോക്കുപോലും ഉപയോഗിക്കാതെ, ഒരു തുള്ളി ചോര ചിന്താതെ അദ്ദേഹം നേടിയെടുത്ത വിജയം ആ യുദ്ധക്കപ്പലിന്റെ വിജയങ്ങളെക്കാൾ എത്രയോ വലുതായിരുന്നു. സ്പ്രേയുടെ പായ്കൾ കാറ്റിൽ വീർത്തു. സ്വന്തം നാടിന്റെ തീരങ്ങളിലേക്കുള്ള അവസാനത്തെയും ഏറ്റവും വൈകാരികവുമായ യാത്രയ്ക്കായി ബോട്ട് വടക്കോട്ട് കുതിച്ചു. USS ഒറിഗൺ എന്ന ആ പടുകൂറ്റൻ യുദ്ധക്കപ്പൽ കനത്ത മൂടൽമഞ്ഞിലേക്ക് പതിയെ മറയുന്നത് ശ്ലോകം കപ്പലിന്റെ തട്ടിൽ നിശബ്ദനായി നോക്കിനിന്നു. മനുഷ്യന്റെ അഹങ്കാരവും അധികാരക്കൊതിയും നിർമ്മിച്ച ആ വലിയ ഇരുമ്പുകോട്ടയും പ്രകൃതിയോടൊറ്റയ്ക്ക് പൊരുതി വിജയിച്ച തന്റെ ഈ ചെറിയ മരക്കപ്പലും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തെ വല്ലാതെ ചിന്തിപ്പിച്ചു. തോക്കുകൾക്കും പീരങ്കികൾക്കും എന്തധികാരമാണ് ഈ കടലിനുമേലുള്ളത്? രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഈ അനന്തമായ സമുദ്രത്തിനു മുന്നിൽ എത്ര നിസ്സാരമാണ്. കരീബിയൻ കടലിലെ ചൂടുള്ള കാറ്റിനെ പിന്നിലാക്കി സ്പ്രേ വടക്കോട്ട് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങൾ ലക്ഷ്യമാക്കി കുതിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ശ്ലോകത്തിനു പരിചിതമായിരുന്നു. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ആകാശത്തിന്റെ നിറം മാറി. വർഷങ്ങൾക്കുശേഷം സ്വന്തം നാടിന്റെ ഗന്ധം കാറ്റിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി. പൈൻമരങ്ങളുടെയും നനഞ്ഞ മണ്ണിന്റെയും ഗന്ധം. അതദ്ദേഹത്തിന്റെ ഉള്ളിൽ വിവരിക്കാനാവാത്ത ഒരു വിങ്ങലുണ്ടാക്കി. 3 വർഷങ്ങൾക്ക് മുൻപ് ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി, പരാജയപ്പെട്ടവനായി ഈ തീരത്ത് നിന്ന് യാത്ര തിരിച്ച താൻ ഇന്ന് ലോകം മുഴുവൻ കീഴടക്കി തിരികെ വരികയാണ്. 1898 ജൂൺ 27. അന്ന് പുലർച്ചെ ആകാശം ഇരുണ്ടിരുന്നു. നേരിയ മഴയുമുണ്ടായിരുന്നു. റോഡ് ഐലൻഡിലെ ന്യൂപോർട്ട് തുറമുഖത്തേക്ക് സ്പ്രേ എന്ന ആ ചെറിയ പായ്ക്കപ്പൽ ആരുടെയും ശ്രദ്ധിക്കപ്പെടാതെ നിശബ്ദമായി പ്രവേശിച്ചു. ആരും അറിയാതെ, വലിയ സ്വീകരണങ്ങളോ വാദ്യമേളങ്ങളോ ഇല്ലാതെ അദ്ദേഹം തന്റെ കപ്പലിന്റെ നങ്കൂരം വെള്ളത്തിൽ താഴ്ത്തി. വെള്ളത്തിൽ നങ്കൂരം വീഴുന്ന ആ ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ വലിയൊരിടിമുഴക്കം പോലെയാണ് അനുഭവപ്പെട്ടത്. കാരണം ആ ശബ്ദത്തോടെ ചരിത്രത്തിലെ ഏറ്റവും ഭ്രാന്തിയായ, മനുഷ്യസാധ്യമല്ലെന്ന് ലോകം കരുതിയ ഒരു ഇതിഹാസയാത്രയ്ക്കവിടെ തിരശ്ശീല വീഴുകയായിരുന്നു. 3 വർഷവും 2 മാസവും 2 ദിവസവും നീണ്ട യാത്ര. 46,000 മൈലുകൾ താണ്ടിയ മനുഷ്യൻ. കൊടുങ്കാറ്റുകളെയും കടൽക്കൊള്ളക്കാരെയും മരണച്ചുഴലികളെയും ഏകാന്തതയെയും ഒറ്റയ്ക്ക് തോൽപ്പിച്ച നാവികൻ. കപ്പലിന്റെ തട്ടിൽ അല്പനേരം കണ്ണടച്ചു നിന്നപ്പോൾ അദ്ദേഹം പിന്നിട്ട വഴികളെല്ലാം ഒരു മിന്നൽ പോലെ മനസ്സിലൂടെ കടന്നുപോയി. സ്പ്രേയുടെ മരപ്പലകകളിൽ അദ്ദേഹം പതുക്കെ തലോടി. അത് വെറുമൊരു മരക്കപ്പലല്ല, തന്റെ ജീവൻ കാത്ത ഉറ്റ ചങ്ങാതിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ അമേരിക്കയിൽ അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു.
സ്പെയിനുമായുള്ള യുദ്ധത്തിന്റെ വാർത്തകളിലായിരുന്നു പത്രങ്ങളെല്ലാം. അതിനാൽ തന്നെ ചരിത്രം തിരുത്തിക്കുറിച്ച ഈ വലിയ നാവികന്റെ തിരിച്ചുവരവ് ആദ്യമൊന്നും ഒരു വാർത്തയായില്ല. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ ജനത ആ തിരിച്ചുവരവിനെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. എന്നാൽ നാവികലോകം അങ്ങനെയായിരുന്നില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാവികരും തുറമുഖ ഉദ്യോഗസ്ഥരും സ്ലോക്കമിന്റെ യാത്രയെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. അവർക്കിടയിൽ ഈ വാർത്ത ഒരു കാട്ടുതീ പോലെ പടർന്നു. ഒരു മനുഷ്യൻ തന്റെ ചെറിയ ബോട്ടിൽ അസാധ്യമെന്ന് ലോകം കരുതിയ കാര്യം സാധിച്ചു കാണിച്ചിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്പ്രേയെ അദ്ദേഹം ഫെയർഹാവനിലേക്ക് കൊണ്ടുപോയി. വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണമായും തകർന്ന് ദ്രവിച്ചു കിടന്ന ആ ഓയിസ്റ്റർ ബോട്ടിനെ അദ്ദേഹം എവിടെയാണോ പുനർനിർമ്മിച്ചത് അതേ സ്ഥലത്ത്, ആ പഴയ മരക്കുറ്റിയിൽ തന്നെ അദ്ദേഹം സ്പ്രേയെ വീണ്ടും കെട്ടിയിട്ടു. ജീവിതത്തിന്റെ ഒരു വലിയ വൃത്തം അവിടെ പൂർണ്ണമാവുകയായിരുന്നു. ശാരീരികമായി അദ്ദേഹം കരയിൽ തിരിച്ചെത്തിയെങ്കിലും മാനസികമായി സ്ലോകം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. കരയിലെ ജീവിതം അദ്ദേഹത്തിന് തികച്ചും അപരിചിതമായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരുതരം സർവൈവേഴ്സ് ഗിൽറ്റ് പോലെയുള്ള അവസ്ഥ. രാത്രികളിൽ ഭിത്തികളുള്ള ഒരു സാധാരണ മുറിയിലെ കട്ടിലിൽ കിടന്നുറങ്ങാൻ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടി. മുറിയിലെ ഭിത്തികൾ തന്നെ ശ്വാസം മുട്ടിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. കട്ടിൽ കിടന്ന് കറങ്ങുന്നതുപോലെ. മനുഷ്യരുടെ നിരന്തരമായ ബഹളങ്ങൾ, കുതിരവണ്ടികളുടെ ശബ്ദം, ഇതൊന്നും ഉൾക്കൊള്ളാൻ ആ മനസ്സിന് കഴിഞ്ഞില്ല. 3 വർഷത്തിലേറെ നിശബ്ദതയെയും കാറ്റിന്റെ ശബ്ദത്തെയും മാത്രം പ്രണയിച്ച ഒരാൾക്ക് പെട്ടെന്ന് മനുഷ്യരുടെ ലോകത്തേക്ക് തിരികെ വരിക എന്നത് ഭയാനകമായ ഒരു അനുഭവമായിരുന്നു. പലപ്പോഴും അദ്ദേഹം അർദ്ധരാത്രിയിൽ ഉറക്കമുണർന്ന് വീടിന് പുറത്തിറങ്ങി ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു. നക്ഷത്രങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് പരിചിതമായ ഒരേയൊരു കാര്യം. ആളുകൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ വരുമ്പോൾ പലപ്പോഴും അദ്ദേഹം എന്താണ് പറയേണ്ടതെന്നറിയാതെ നിശബ്ദനായി നിന്നു. ഏകാന്തത അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനുഷ്യനെ വല്ലാതെ മാറ്റിമറിച്ചിരുന്നു. കടലിൽ നിന്നും അദ്ദേഹം തിരികെ വന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് കടൽ തിരികെ ഇറങ്ങിയിരുന്നില്ല. താൻ കടന്നുപോയ വഴികളും ഏകാന്തതയിൽ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ലോകത്തോട് വിളിച്ചു പറയണമെന്ന് ആ ദിവസങ്ങളിൽ സ്ലോകത്തിന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ലോഗ് ബുക്കിലെ കുറിപ്പുകൾ വെച്ച് ഒരു പുസ്തകമെഴുതാൻ തീരുമാനിക്കുന്നത്. സെയിലിംഗ് എലോൺ എറൗണ്ട് ദ വേൾഡ് എന്ന ആ പ്രശസ്തമായ പുസ്തകം പിറവിയെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ആ മാനസിക സംഘർഷങ്ങളിൽ നിന്നാണ്. തന്റെ യാത്രയുടെ ഓരോ നിമിഷവും അദ്ദേഹം വളരെ ലളിതമായി എന്നാൽ കവിത തുളുമ്പുന്ന ഭാഷയിൽ ആ പുസ്തകത്തിൽ പകർത്തിവെച്ചു. സമുദ്രത്തിന്റെ വന്യതയെക്കുറിച്ചും അവിടുത്തെ മനോഹാരിതയെക്കുറിച്ചും ഒപ്പം ഭയപ്പെടുത്തുന്ന ഏകാന്തതയെക്കുറിച്ചും അദ്ദേഹം എഴുതി. പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെ സ്ലോകം അമേരിക്കയിലാകെ പെട്ടെന്ന് പ്രശസ്തനായി മാറി. യുദ്ധം അവസാനിച്ചതോടെ ജനങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ആ സാഹസിക നാവികനിലേക്കായി. പുസ്തകം വലിയൊരു വിജയമായി. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന സാക്ഷാൽ തിയോഡോർ റൂസ്വെൽറ്റ് വരെ ആ പുസ്തകം വായിക്കുകയും സ്ലോകത്തെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുകയും ചെയ്തു. റൂസ്വെൽറ്റ് തന്റെ മകനൊപ്പം സ്പ്രേയിൽ കയറി ഒരു ചെറിയ യാത്ര നടത്താൻ പോലും സമയം കണ്ടെത്തി. ആ പഴയ നാവികന് പെട്ടെന്ന് വലിയ സ്വീകാര്യതയും പണവും പ്രശസ്തിയും ലഭിച്ചു. എന്നാൽ ഈ പ്രശസ്തിയൊന്നും അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ സന്തോഷിപ്പിച്ചില്ല എന്നതാണ് സത്യം. പണം വന്നിട്ടും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളുകളുടെ സൗഹൃദം ലഭിച്ചിട്ടും സ്ലോകത്തിന്റെ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഒരുതരം ശൂന്യത അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടാൻ തുടങ്ങി. മനുഷ്യന് ഭൂമിയിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലക്ഷ്യം താൻ നേടിക്കഴിഞ്ഞു. ഇനി എന്ത് എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിന്നു. പുസ്തകത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അദ്ദേഹം കരയിൽ ഒരു ചെറിയ ഫാം വാങ്ങി അവിടെ കൃഷി ചെയ്ത് സാധാരണ മനുഷ്യനെപ്പോലെ ജീവിക്കാൻ ശ്രമിച്ചു. എന്നാൽ കയ്യിൽ മൺവെട്ടി പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലുകൾ കപ്പലിന്റെ ചുക്കാൻ തിരയുകയായിരുന്നു. നിലമുഴുതുമ്പോൾ അദ്ദേഹം സമുദ്രത്തിലെ വലിയ തിരമാലകളെ ഓർത്തു. കരയിലെ വേരുകൾ അദ്ദേഹത്തിനെപ്പോഴും അന്യമായിരുന്നു. മാസങ്ങളോളം ഫാമിൽ നിന്ന ശേഷം അദ്ദേഹം വീണ്ടും സ്പ്രേയുടെ അടുത്തേക്ക് ഓടിയെത്തും. അതിൽ കയറി ദിവസങ്ങളോളം കടലിലൂടെ ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കും. പ്രായം അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തി തുടങ്ങിയിരുന്നു. എങ്കിലും കടലിനോടുള്ള ആ വലിയ പ്രണയം മാത്രം എന്നും അവസാനിച്ചിരുന്നില്ല. തന്റെ ജീവിതാവസാനം എങ്ങനെയായിരിക്കണമെന്നതിനെക്കുറിച്ച് സ്ലോകത്തിന് കൃത്യമായൊരു തീരുമാനമുണ്ടായിരുന്നിരിക്കണം. അതൊരുപക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ നിഗൂഢതയിലേക്കുള്ള തുടക്കമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും മികച്ച നാവികന് സമുദ്രം കാത്തുവെച്ച ആ അന്ത്യമെന്തായിരുന്നു? കരയിലെ സുരക്ഷിതമായ ജീവിതം ക്യാപ്റ്റൻ ജോഷുവ സ്ലോകത്തിന് ശ്വാസം മുട്ടിക്കുന്ന ഒരു ഇരുമ്പ് കൂടുപോലെയായി മാറിക്കഴിഞ്ഞിരുന്നു. മാർത്താസ് വിന്യാർഡിലെ വെസ്റ്റ് ടിസ്ബറി എന്ന സ്ഥലത്ത് അദ്ദേഹം വാങ്ങിയ ചെറിയ കൃഷിയിടത്തിലെ ശാന്തത
അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. മണ്ണിൽ പണിയെടുക്കുമ്പോഴും വിത്തുകൾ പാകുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾ എപ്പോഴും ദൂരെയുള്ള ചക്രവാളത്തിലേക്കായിരുന്നു, കടൽക്കാറ്റ് വീശുന്ന ദിശയിലേക്കായിരുന്നു. എത്ര വലിയ ജനക്കൂട്ടത്തിന് നടുവിലാണെങ്കിലും, എത്ര വലിയ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിലും താൻ തീർത്തും ഒറ്റയ്ക്കാണെന്ന തോന്നൽ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി. പണവും പ്രശസ്തിയും ലോക നേതാക്കളുടെ സൗഹൃദവും അദ്ദേഹത്തിന്റെ ആത്മാവിന് യാതൊരു സമാധാനവും നൽകിയില്ല. രാത്രികളിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയുടെ 4 ഭിത്തികൾ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുന്നതായി തോന്നി. കട്ടിലിൽ കിടക്കുമ്പോൾ അത് സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഇളകുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടു. കാറ്റിന്റെയും കടലിന്റെയും ഇരമ്പലുകൾ അദ്ദേഹത്തെ തിരികെ വിളിച്ചുകൊണ്ടിരുന്നു. കരയിലെ മനുഷ്യരുടെ നിരന്തരമായ ബഹളങ്ങളും അവരുടെ സ്വാർത്ഥതയും രാഷ്ട്രീയ തർക്കങ്ങളും ആ ഏകാന്ത നാവികനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. ഒടുവിൽ താൻ വാങ്ങിയിരുന്ന ആ ഫാം ഉപേക്ഷിച്ച് അദ്ദേഹം വീണ്ടും തന്റെ പഴയ സുഹൃത്തായ സ്പ്രേയുടെ അടുത്തേക്ക് തന്നെ മടങ്ങി. മാസങ്ങളോളം അദ്ദേഹം ആ ചെറിയ ബോട്ടിൽ തന്നെ താമസിച്ചു. അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലൂടെ അദ്ദേഹം ലക്ഷ്യമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഏതെങ്കിലും തുറമുഖത്തെത്തുന്ന അദ്ദേഹത്തെ കാണാൻ പഴയ നാവികരും ആരാധകരും വരുമായിരുന്നു. എന്നാൽ ശ്ലോകം ഇപ്പോൾ പഴയ ആ ഊർജ്ജസ്വലനായ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സംസാരം വളരെ കുറഞ്ഞിരുന്നു. കണ്ണുകളിലെ പഴയ തീക്ഷ്ണത മങ്ങി പകരം ഒരുതരം ശൂന്യത അവിടെ നിറഞ്ഞിരുന്നു. ഏകാന്തതയെന്ന വലിയ രാക്ഷസൻ അദ്ദേഹത്തെ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞിരുന്നോ എന്ന് പലരും സംശയിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സാഹസികനായ ആ പഴയ ക്യാപ്റ്റൻ പൂർണ്ണമായി മരിച്ചിരുന്നില്ല. കടൽ അദ്ദേഹത്തിന് പുതിയൊരു ലക്ഷ്യം നൽകാൻ പോകുകയായിരുന്നു. 65ാമത്തെ വയസ്സിൽ തന്റെ വാർദ്ധക്യത്തിന്റെ അവശതകളിലും അദ്ദേഹം പുതിയൊരു ഇതിഹാസയാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. 1909 ശ്ലോകത്തിന് അപ്പോൾ 65 വയസ്സായിരുന്നു. വാർദ്ധക്യം അദ്ദേഹത്തിന്റെ ശരീരത്തെ വല്ലാതെ തളർത്തിയിരുന്നു. വർഷങ്ങളോളം സമുദ്രത്തിലെ ഉപ്പുവെള്ളവും വെയിലുമേറ്റ ആ ശരീരം ഇപ്പോൾ വളരെ ദുർബലമായിരുന്നു. കാഴ്ചശക്തി മങ്ങിത്തുടങ്ങിയിരുന്നു. കേൾവിക്കും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും മനസ്സിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇത്തവണ അദ്ദേഹം തീരുമാനിച്ചത് തെക്കേ അമേരിക്കയിലെ ഒറിനോക്കോ, ആമസോൺ നദികളുടെ ഉത്ഭവസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ്. ആമസോണിന്റെ ഇരുണ്ട നിബിഡമായ കാടുകളിലേക്കും ആരും കടന്നു ചെല്ലാത്ത നിഗൂഢമായ നദീതടങ്ങളിലേക്കും തന്റെ ചെറിയ ബോട്ടിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. വലിയ സ്റ്റീം കപ്പലുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, പ്രകൃതി അതിന്റെ ഏറ്റവും വന്യമായ രൂപത്തിൽ നിൽക്കുന്ന ഇടങ്ങളിലേക്കായിരുന്നു അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത്. അതൊരു വല്ലാത്ത തീരുമാനമായിരുന്നു. തന്റെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം വളരെ രഹസ്യമായാണ് ചെയ്തത്. ബോട്ടിലെ പഴയ മരപ്പലകകൾ അദ്ദേഹം വീണ്ടും മിനുക്കി, വിടവുകളിൽ പഞ്ഞിവെച്ചടച്ച് ചോർച്ച മാറ്റി, പുതിയ ക്യാൻവാസ് പായകൾ വാങ്ങിക്കെട്ടി. മാസങ്ങൾക്കുള്ള ഭക്ഷണവും വെള്ളവും കുറച്ച് ഉണങ്ങിയ ഇറച്ചിയും കാപ്പിക്കുരുവും അദ്ദേഹം ബോട്ടിൽ സംഭരിച്ചു. തന്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളും ദിനചര്യകൾ കുറിക്കുന്ന ലോഗബുക്കും ഭദ്രമായി വെച്ചു. ഈ യാത്രയെക്കുറിച്ച് അദ്ദേഹം തന്റെ വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ആ തീരുമാനമറിഞ്ഞ അവർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. ക്യാപ്റ്റൻ, താങ്കൾക്കിപ്പോൾ പ്രായമായി. ഈ കൊടും തണുപ്പുകാലത്ത് അറ്റ്ലാന്റിക് സമുദ്രം താണ്ടുക എന്നത് ആത്മഹത്യയാണ്. സ്പ്രേക്കും ഇപ്പോൾ പഴയ കരുത്തില്ല. അതൊരു പഴയ ബോട്ട് മാത്രമാണ്. സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ശ്ലോകം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്റെ യഥാർത്ഥ വീട് ഈ സമുദ്രമാണ്. കരയിലുള്ളതൊക്കെ വെറും താൽക്കാലിക താവളങ്ങൾ മാത്രം. ഞാൻ മരിക്കുകയാണെങ്കിൽ അത് കരയിലുള്ള ഏതെങ്കിലും ഒരു ആശുപത്രി കിടക്കിലോ കട്ടിലിലോ കിടന്നാവില്ല, മറിച്ച് ഈ സമുദ്രത്തിന്റെ അനന്തമായ അടിത്തട്ടിലായിരിക്കും. ആ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ വിധിയുണ്ടായിരുന്നു. താനിനി ഒരിക്കലും തിരികെ വരില്ല എന്ന് അദ്ദേഹത്തിന് മുൻകൂർ അറിയാമായിരുന്നോ? അതോ പ്രകൃതിയോട് പൊരുതി ആ പോരാട്ടത്തിൽ തന്നെ മരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നോ? അത് അദ്ദേഹത്തിന് മാത്രമറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. നവംബർ 14 അന്ന് അമേരിക്കയിൽ കടുത്ത ശൈത്യകാലത്തിന്റെ തുടക്കമായിരുന്നു. മാർത്താസ് വിന്യാഡിലെ തുറമുഖത്ത് അന്ന് കനത്ത മൂടൽമഞ്ഞും ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന തണുത്ത കാറ്റുമുണ്ടായിരുന്നു. കടൽ പതിവിലും പ്രക്ഷുബ്ധമായിരുന്നു. ചക്രവാളത്തിൽ വലിയ തിരമാലകൾ വെളുത്ത പതയോടെ ആഞ്ഞടിക്കുന്നത് കാണാമായിരുന്നു. ആകാശത്ത് കാർമേഘങ്ങൾ കറുത്തിരണ്ട് ഉരുണ്ടുകൂടി നിന്നു. മത്സ്യത്തൊഴിലാളികൾ പോലും പുറത്തിറങ്ങാൻ ഭയക്കുന്ന അത്തരമൊരു ഭയാനകമായ കാലാവസ്ഥയിലാണ് ശ്ലോകം തന്റെ കപ്പലിന്റെ നങ്കൂരമുയർത്തിയത്. തുറമുഖത്ത് അദ്ദേഹത്തെ അവസാനമായി യാത്രയയക്കാൻ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരുടെയും മുഖത്ത് ഒരുതരം ഭയവും ഉത്കണ്ഠയും നിഴലിച്ചിരുന്നു. അദ്ദേഹം തന്റെ കപ്പലിന്റെ തട്ടിൽ തീർത്തും ഒറ്റയ്ക്ക് നിന്നു. തണുപ്പിനെ പ്രതിരോധിക്കാൻ ധരിച്ച തന്റെ വലിയ കോട്ടിന്റെ കോളർ ഉയർത്തിവെച്ച് തണുത്ത കാറ്റിനെ വകഞ്ഞുമാറ്റിക്കൊണ്ട് അദ്ദേഹം അതിവിദഗ്ധമായി പായകൾ വിരിച്ചു. കാറ്റ് പായകളിൽ തട്ടിയതും സ്പ്രേ വലിയൊരു കുതിപ്പോടെ മുന്നോട്ടാഞ്ഞു.
ആ പഴയ നാവികന്റെ കൈകൾ അപ്പോഴും ചുക്കാനിൽ ഉറച്ചുതന്നെ നിന്നു. സ്പ്രേ പതിയെ ആ തുറമുഖം വിട്ട് വിശാലമായ രൗദ്രഭാവം പൂണ്ട സമുദ്രത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. ചാരനിറമുള്ള ആകാശത്തിന് കീഴിലൂടെ ഇരുണ്ട സമുദ്രത്തിലെ കൂറ്റൻ തിരമാലകൾക്കിടയിലൂടെ ആ ചെറിയ ബോട്ട് ഒരു കറുത്ത പൊട്ടുപോലെ അകന്നകന്നു പോകാൻ തുടങ്ങി. കനത്ത മൂടൽമഞ്ഞിലേക്ക് സ്പ്രേ പൂർണ്ണമായും മറയുന്നതുവരെ തീരത്തുള്ളവർ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അതാണ് ക്യാപ്റ്റൻ ജോഷ്വാ സ്ലോകം എന്ന വലിയ നാവികനെ ലോകം അവസാനമായി ജീവനോടെ കണ്ട നിമിഷം. പിന്നീടൊരിക്കലും ആ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബോട്ടിനെയും ഭൂമിയിൽ ആരും കണ്ടിട്ടില്ല. മനുഷ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായിരുന്നു ആ നവംബർ ദിനം. അവിടെ നിന്നും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ആർക്കും കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. യാത്ര പുറപ്പെട്ട് ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ ആർക്കും വലിയ സംശയങ്ങളോ ഭയമോ തോന്നിയിരുന്നില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുകാലത്തെ കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും അതിജീവിച്ച് അദ്ദേഹം എവിടെയെങ്കിലും തെക്കേ അമേരിക്കൻ തീരത്ത് സുരക്ഷിതമായി എത്തിയിട്ടുണ്ടാകും എന്നാണ് എല്ലാവരും കരുതിയത്. മുമ്പ് ലോകം ചുറ്റിയപ്പോഴും അദ്ദേഹം ഇത്തരം പല പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടുണ്ടല്ലോ. തന്റെ മുൻ യാത്രകളിലൊക്കെ അദ്ദേഹം ഏതെങ്കിലും തുറമുഖത്തെത്തുമ്പോൾ അവിടെ നിന്നും പത്രങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ കത്തുകളോ ടെലിഗ്രാമുകളോ അയക്കാറുണ്ടായിരുന്നു. അതുവഴി തന്റെ യാത്രാവിവരങ്ങൾ ലോകത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ആഴ്ചകൾ മാസങ്ങൾക്ക് വഴിമാറിയിട്ടും അദ്ദേഹത്തിന്റെ യാതൊരു വിവരവുമുണ്ടായിരുന്നില്ല. ഒറിനോക്കോ നദീതടങ്ങളിലെയും വെനിസ്വേലയിലെയും തുറമുഖങ്ങളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അന്വേഷിച്ചെങ്കിലും സ്പ്രേ അവിടെ എങ്ങും എത്തിയിട്ടില്ല എന്ന വിവരമാണ് അവർക്ക് ലഭിച്ചത്. 1910 ആയപ്പോഴേക്കും അമേരിക്കൻ പത്രങ്ങളിൽ സംശയത്തോടെ വാർത്തകൾ വന്നു തുടങ്ങി. ക്യാപ്റ്റൻ സ്ലോക്കം എവിടെ? ആ ഇതിഹാസ നാവികനെ അറ്റ്ലാന്റിക് സമുദ്രം വിഴുങ്ങിയോ? അദ്ദേഹത്തിന്റെ ആരാധകരും സുഹൃത്തുക്കളും അക്ഷരാർത്ഥത്തിൽ ഭയക്കാൻ തുടങ്ങി. അമേരിക്കൻ നാവികസേന തങ്ങളുടെ കപ്പലുകൾക്ക് കർശന നിർദ്ദേശം നൽകി. സമുദ്രത്തിൽ എവിടെയെങ്കിലും സ്പ്രേയെ കാണുകയോ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന്. എന്നാൽ വിശാലമായ അറ്റ്ലാന്റിക് സമുദ്രം അതെല്ലാം വളരെ നിശബ്ദമായി യാതൊരു ഭാവഭേദവുമില്ലാതെ നോക്കിനിന്നു. യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ ആ 36 അടി നീളമുള്ള മരബോട്ടും അതിലെ ഒറ്റയാനായ ആ മനുഷ്യനും എങ്ങോട്ടാണ് വായുവിൽ അലിഞ്ഞുപോയതുപോലെ അപ്രത്യക്ഷമായത്. സമുദ്രത്തിൽ ഒരു കപ്പൽ മുങ്ങിയാൽ സ്വാഭാവികമായും അതിന്റെ അവശിഷ്ടങ്ങളെങ്കിലും എവിടെയെങ്കിലും അടിയേണ്ടതാണ്. ഒരു തടിപ്പലകയോ ക്യാബിന്റെ ഭാഗങ്ങളോ പായയുടെ കഷ്ണമോ എങ്കിലും തീരത്തടിയണം. എന്നാൽ സ്പ്രേയുടെ കാര്യത്തിൽ അതുപോലുമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ തിരോധാനത്തിനു പിന്നിൽ നിരവധി സിദ്ധാന്തങ്ങൾ ഉയർന്നുവരാൻ തുടങ്ങി. അമേരിക്കൻ പത്രങ്ങൾ ഈ തിരോധാനത്തെക്കുറിച്ച് ദിവസവും പുതിയ കഥകൾ മെനഞ്ഞു. ഇരുളടഞ്ഞ ആ നവംബർ രാത്രികളിൽ സമുദ്രത്തിലൂടെ അമിതവേഗത്തിൽ വന്ന ഏതെങ്കിലും വലിയ ഇരുമ്പ് സ്റ്റീം കപ്പൽ സ്പ്രേയുടെ മുകളിലൂടെ ഇടിച്ചു കയറിപ്പോയതാകാമെന്ന് ചില അന്വേഷകർ സംശയിച്ചു. മഞ്ഞുകാലത്തെ കനത്ത മൂടൽമഞ്ഞിൽ ചെറിയ മരബോട്ടായ സ്പ്രേയെ വലിയ കപ്പലുകളിലെ നാവികർ കണ്ടിട്ടുണ്ടാകില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ലോക്കം ഒന്നും അറിയാതെ തന്നെ നിമിഷനേരം കൊണ്ട് കടലിന്റെ ഇരുണ്ട അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ തന്റെ യാത്രക്കിടയിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ വീണ്ടും ആരെങ്കിലും കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതാണെങ്കിലോ? പ്രായമായ അദ്ദേഹത്തിന് അവരെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. അന്വേഷണം എങ്ങുമെത്താതെ നീണ്ടുപോയി. ഒരുപക്ഷെ ഇതിനൊക്കെ അപ്പുറം മറ്റെന്തെങ്കിലും സത്യം ആ തിരോധാനത്തിനു പിന്നിലുണ്ടായിരുന്നോ? ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കാൻ തുടങ്ങുകയായിരുന്നു. സമുദ്രം അതിന്റെ രഹസ്യങ്ങൾ ഒരിക്കലും എളുപ്പത്തിൽ വിട്ടുനൽകില്ല. അത് സ്വന്തമാക്കുന്നതൊന്നും തിരികെ നൽകാൻ അതിന് താൽപ്പര്യമില്ല. ക്യാപ്റ്റൻ സ്ലോക്കത്തിന്റെ തിരോധാനത്തെക്കുറിച്ച് ഉയർന്നുവന്ന നിരവധി സിദ്ധാന്തങ്ങളിൽ നാവികലോകം ഏറ്റവും വിശ്വസനീയമായി കരുതിയത് ഭീമാകാരമായൊരു സ്റ്റീം കപ്പലുമായുള്ള കൂട്ടിയിടിയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള വാണിജ്യക്കപ്പലുകളുടെ സഞ്ചാരം വളരെ കൂടുതലായിരുന്നു. ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള കൽക്കരി കത്തിച്ച് ഇരുമ്പു ചക്രങ്ങൾ തിരിച്ചുപോകുന്ന വലിയ യാത്രാക്കപ്പലുകളും ചരക്ക് കപ്പലുകളും ആ കടൽപാതകളെ സജീവമാക്കിയിരുന്നു. രാത്രിയുടെ കൂരിരുട്ടിൽ കനത്ത മൂടൽമഞ്ഞിൽ യാതൊരു ശബ്ദവുമുണ്ടാക്കാതെ കാറ്റിന്റെ ഗതിയിൽ മാത്രം സഞ്ചരിക്കുന്ന സ്പ്രേ പോലുള്ള ചെറിയ മരബോട്ടുകളെ ഈ വലിയ കപ്പലുകളിലെ നാവികർ കണ്ടിട്ടുണ്ടാകില്ല. റഡാറുകളോ മറ്റാധുനിക ആശയവിനിമയ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന ആ കാലത്ത് സ്പ്രേയുടെ മരപ്പലകയിൽ കെട്ടിത്തൂക്കിയിരുന്ന ചെറിയ മണ്ണെണ്ണ വിളക്കിലെ നേർത്ത വെളിച്ചം
കനത്ത മൂടൽമഞ്ഞിൽ പൂർണ്ണമായും മറഞ്ഞുപോയിട്ടുണ്ടാകാം. സങ്കൽപ്പിച്ചു നോക്കൂ ആ ഭയാനകമായ നിമിഷം. അർദ്ധരാത്രിയിൽ കൊടുങ്കാട്ടിനെ പ്രതിരോധിക്കാൻ ചുക്കാൻ കെട്ടിയിട്ട് തന്റെ ചെറിയ ക്യാബിനിൽ ഒരുപക്ഷെ ഏതെങ്കിലും പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ തണുപ്പിൽ ചുരുണ്ടുകൂടി മയങ്ങുകയോ ആയിരുന്നിരിക്കാം ആ വൃദ്ധനായ നാവികൻ. പെട്ടെന്ന് ഇരുളിൽ നിന്നൊരു വലിയ ഇരുമ്പു മല അദ്ദേഹത്തിന്റെ ചെറിയ ബോട്ടിനു മുകളിലേക്ക് യാതൊരു ദയയുമില്ലാതെ ഇടിച്ചു കയറുന്നു. മരപ്പലകകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തകരുകയും അറ്റ്ലാന്റിക്കിലെ മരവിപ്പിക്കുന്ന തണുത്ത കടൽവെള്ളം അതിശക്തമായി ഉള്ളിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തിട്ടുണ്ടാകാം. ആ കൂറ്റൻ കപ്പലിന്റെ ഭാരമുള്ള അടിത്തട്ടിൽപ്പെട്ട് സ്പ്രേ നിമിഷനേരം കൊണ്ട് ആയിരക്കണക്കിന് കഷണങ്ങളായി ചിതറിപ്പോയിട്ടുണ്ടാകാം. ആ വലിയ കപ്പലിലെ കാവൽക്കാരായ നാവികർ ഇതൊന്നും അറിഞ്ഞുപോലുമുണ്ടാകില്ല. ഒരു ചെറിയ ഞെരുക്കം പോലും കേൾപ്പിക്കാൻ അനുവദിക്കാതെ തന്റെ പ്രിയപ്പെട്ട ക്യാപ്റ്റനെയും ചേർത്തുപിടിച്ച് സ്പ്രേ സമുദ്രത്തിന്റെ ഇരുണ്ട അടിത്തട്ടിലേക്ക്, ആരും കാണാത്ത ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയിരിക്കാം. ഈ സിദ്ധാന്തത്തിനാണ് ചരിത്രകാരന്മാരും നാവികരും ഇന്നും കൂടുതൽ പിന്തുണ നൽകുന്നത്. എന്നാൽ പ്രകൃതിയുടെ വന്യമായ മറ്റൊരു സാധ്യതയെയും നമുക്ക് തള്ളിക്കളയാനാകില്ല. നാവികർക്കിടയിൽ റോഗ് വേവ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഭീമൻ തിരമാലകളുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ശാന്തമായ കടലിൽ പെട്ടെന്ന് രൂപപ്പെടുന്ന അസാമാന്യ വലിപ്പമുള്ള തിരമാലകൾ. ഏതാണ്ട് 100 അടിയോളം ഉയരത്തിൽ ആർത്തലച്ചു വരുന്ന വലിയൊരു ജലപർവ്വതം. സ്പ്രേ എത്ര മികച്ച രീതിയിൽ നിർമ്മിച്ച ബോട്ടാണെങ്കിലും വർഷങ്ങളോളം നീണ്ട ലോകയാത്ര അതിനെ വല്ലാതെ ദുർബലമാക്കിയിരുന്നു. അതിലെ തടിപ്പലകകൾക്ക് പഴയ ഉറപ്പുണ്ടായിരുന്നില്ല. വാർദ്ധക്യത്തിന്റെ അവശതകൾ നേരിടുന്ന സ്ലോക്കമിന് ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ അത്തരമൊരു വമ്പൻ പ്രതിസന്ധിയെ നേരിടാൻ തന്റെ ശരീരത്തിൽ കരുത്തുണ്ടായിരുന്നിരിക്കില്ല. തന്റെ ജീവിത അവസാനം വരെ അദ്ദേഹം പരിപാലിച്ച ആ കപ്പൽ പ്രകൃതിയുടെ വലിയൊരു പ്രഹരത്തിനു മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങിയിട്ടുണ്ടാകാം. ഇതിനെല്ലാം അപ്പുറം ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ഇന്നും കുഴക്കുന്ന മറ്റൊരു ഭൂമിശാസ്ത്രപരമായ രഹസ്യം കൂടിയുണ്ട്. സ്ലോക്കം യാത്ര തിരിച്ച കിഴക്കൻ തീരത്തു നിന്നും തെക്കേ അമേരിക്കയിലെ ഒറിനോക്കോ നദിയിലേക്കുള്ള യാത്രാവഴി കൃത്യമായി കടന്നുപോകുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായൊരു പ്രദേശത്തുകൂടിയാണ്. അതെ, സാക്ഷാൽ ബെർമ്യൂഡ ട്രയാങ്കിൾ. ആ കാലഘട്ടത്തിൽ ഈ പേര് അത്ര പ്രശസ്തമായിരുന്നില്ലെങ്കിലും ആ ഭാഗത്ത് കപ്പലുകൾ ദുരൂഹമായി കാണാതാകുന്നത് നാവികർക്കിടയിൽ എന്നുമൊരു ഭയമായി നിലനിന്നിരുന്നു. കാന്തിക മണ്ഡലത്തിലെ വലിയ വ്യതിയാനങ്ങൾ കൊണ്ടോ പെട്ടെന്നുണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ കൊണ്ടോ ആയിരിക്കാം അവിടെ അപകടങ്ങൾ നടക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തന്റെ ഏകാന്ത യാത്രയിൽ ആ നിഗൂഢമായ സമുദ്രഭാഗത്തെത്തിയ സ്ലോക്കമിന് അസാധാരണമായ എന്തെങ്കിലും അനുഭവപ്പെട്ടിരുന്നു. ആ മരണച്ചുഴികളിൽ എവിടെയെങ്കിലും സ്പ്രേ അകപ്പെട്ടുപോയോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ ആ ഇരുണ്ട സമുദ്രത്തിനു മാത്രമേ കഴിയൂ. മനഃശാസ്ത്രപരമായ മറ്റൊരു വശം കൂടി ഈ തിരോധാനത്തിന് പിന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. സ്ലോക്കം മനഃപൂർവ്വം തിരഞ്ഞെടുത്ത ഒരു അന്ത്യമായിരുന്നു അത്. തന്റെ 65ാമത്തെ വയസ്സിൽ ശാരീരികമായി തളർന്ന അവസ്ഥയിൽ അതികഠിനമായ ശൈത്യകാലത്ത് അദ്ദേഹം ഈ വലിയ യാത്രയ്ക്ക് മുതിർന്നത് എന്തിനായിരുന്നു? കരയിലെ ജീവിതം അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചിരുന്നു എന്ന് നാം കണ്ടുകഴിഞ്ഞു. മനുഷ്യരുടെ ലോകത്ത് താൻ തീർത്തും ഒറ്റയ്ക്കാണെന്നും അന്യനാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ആളുകളുടെ പ്രശംസകളോ വലിയ വിരുന്നുകളോ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്നേഹം മുഴുവൻ ആ വലിയ സമുദ്രത്തോടും അതിലെ ഏകാന്തതയോടും മാത്രമായിരുന്നു. ലോകം മുഴുവൻ ഒറ്റയ്ക്ക് ചുറ്റി റെക്കോർഡുകൾ ഭേദിച്ച ഒരു ധീരനായ നാവികന് ഇനി കരയിലെ ഏതെങ്കിലും ഒരു ആശുപത്രി കിടക്കയിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ വന്ന് മറ്റുള്ളവരുടെ സഹായത്തോടെ പതുക്കെ മരിക്കാൻ കഴിഞ്ഞിരിക്കില്ല. രോഗിയായി കിടപ്പിലാകുന്നതിനേക്കാളും പരാശ്രയത്വത്തെക്കാളും അദ്ദേഹം ഭയപ്പെട്ടത് സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനെയാകാം. അതുകൊണ്ടുതന്നെ തന്റെ അവസാന ശ്വാസം ഈ കടലിൽ വെച്ച് തന്നെ ആകണം എന്നദ്ദേഹം ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ടാകാം. മരണം ഉറപ്പായൊരു യാത്രയാണെന്ന് പൂർണ്ണമായും അറിഞ്ഞുകൊണ്ടുതന്നെയാകാം അദ്ദേഹം അന്ന് ആ കനത്ത മൂടൽമഞ്ഞിലേക്ക് നങ്കൂരമുയർത്തിയത്. ആർത്തലച്ചുവരുന്ന തിരമാലകൾക്കും കൊടുങ്കാറ്റിനുമിടയിൽ തന്റെ പ്രിയപ്പെട്ട കപ്പലിന്റെ ചുക്കാൻ അവസാനമായി മുറുകെ പിടിച്ച് പൂർണ്ണമായ ബോധത്തോടെയും സംതൃപ്തിയോടെയും അദ്ദേഹം മരണത്തെ പുലങ്ങിയിട്ടുണ്ടാകാം. ഏകാന്തതയെയും പ്രകൃതിയെയും ഇത്രമാത്രം സ്നേഹിച്ച ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അന്ത്യം ഒരുപക്ഷെ അതായിരിക്കാം. തന്റെ രഹസ്യങ്ങളെല്ലാം അദ്ദേഹം ആ കടലിന് മാത്രം കൈമാറി സ്പ്രേയോടൊപ്പം ഒരു ശാശ്വതമായ വിശ്രമത്തിലേക്ക് അദ്ദേഹം വഴുതി വീണിരിക്കാം. അദ്ദേഹത്തിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നത് മനുഷ്യചരിത്രത്തിലെ ഒരുപക്ഷെ എക്കാലത്തെയും വലിയൊരു രഹസ്യമായി തുടരുക തന്നെ ചെയ്യും. മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. അമേരിക്കയിലെ പത്രങ്ങളിൽ ശ്ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണ വാർത്തകൾ പതിയെ കുറഞ്ഞുവന്നു.
ലോകം ഒന്നാം ലോകമഹായുദ്ധമെന്ന പുതിയ വലിയ ദുരന്തത്തിലേക്കും ഔദ്യോഗിക വിപ്ലവത്തിന്റെ പുതിയ മാറ്റങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അദ്ദേഹത്തെ ജീവനോടെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു. കാത്തിരിപ്പിന്റെ വേദന എത്രത്തോളം വലുതാണെന്ന് ആ നാവികന്റെ കുടുംബത്തിന് നന്നായി അറിയാമായിരുന്നു. ഈ ഓരോ തവണ തീരത്ത് തിരമാലകൾ വന്നിടിക്കുമ്പോഴും അവർ അദ്ദേഹത്തെ ഓർത്തു. ദൂരെ ചക്രവാളത്തിൽ തെളിയുന്ന ഓരോ കപ്പലുകളിലും അവർ സ്പ്രേയുടെ രൂപം തിരഞ്ഞു. എന്നാൽ അതെല്ലാം വെറുതെയായി. ആരും തിരിച്ചു വന്നില്ല. ഒരു വിവരവും ലഭിച്ചില്ല. ഒടുവിൽ വർഷങ്ങൾ നീണ്ട നിയമപരമായ കാത്തിരിപ്പിന് ശേഷം 1924 അമേരിക്കൻ കോടതി ക്യാപ്റ്റൻ ജോഷ്വാ സ്ലോക്കം ഔദ്യോഗികമായി മരിച്ചതായി പ്രഖ്യാപിച്ചു. അതൊരു വെറും കടലാസിലെ പ്രഖ്യാപനം മാത്രമായിരുന്നു. നാവികരുടെ മനസ്സിൽ അദ്ദേഹം ഒരിക്കലും മരിച്ചിരുന്നില്ല. സമുദ്രത്തിന്റെ അനന്തതയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വലിയ യാത്രയുടെ ഒരു തുടർച്ച മാത്രമാണ് ഈ തിരോധാനമെന്ന് അക്കാലത്തെ പല എഴുത്തുകാരും വിശ്വസിച്ചു. ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളും താണ്ടിയ ആ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ മറ്റേതെങ്കിലും കോണിലേക്ക് തന്റെ അദൃശ്യമായ പായ്ക്കപ്പലിൽ ഇന്നും യാത്ര തുടരുകയാണെന്ന് കവികൾ പാടി. ശരീരത്തിന് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് മരണം. എന്നാൽ ശ്ലോകം പോലെയുള്ള മനുഷ്യർ മരണം കൊണ്ട് അവസാനിക്കുന്നവരല്ല. അദ്ദേഹം അപ്രത്യക്ഷനായെങ്കിലും അദ്ദേഹം ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനം അവിടെ ബാക്കിയുണ്ടായിരുന്നു. അതാണ് സെയിലിംഗ് അലോൺ അറൗണ്ട് ദ വേൾഡ് എന്ന അദ്ദേഹത്തിന്റെ ഇതിഹാസ പുസ്തകം. വെറുമൊരു യാത്രാവിവരണം മാത്രമായിരുന്നില്ല ആ പുസ്തകം. മനുഷ്യന്റെ അസാമാന്യമായ ഇച്ഛാശക്തിയുടെ, ഏകാന്തതയോടുള്ള പോരാട്ടത്തിന്റെ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ ദാർശനിക ഗ്രന്ഥമായിരുന്നു അത്. കടലിന്റെ വന്യതയെയും സൗന്ദര്യത്തെയും അദ്ദേഹം വരച്ചു കാണിച്ചതുപോലെ ലോകത്തിൽ മറ്റൊരെഴുത്തുകാരനും കഴിഞ്ഞിട്ടില്ല. ഓരോ വരികളിലും തിരമാലകളുടെ താളമുണ്ടായിരുന്നു, ഉപ്പുകാറ്റിന്റെ ഗന്ധമുണ്ടായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ കിടങ്ങുകളിൽ മരണം കാത്തുകിടന്ന പട്ടാളക്കാർ പോലും ഈ പുസ്തകം വായിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. യുദ്ധത്തിന്റെ ഭയാനകതയിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് ഈ പുസ്തകത്തിലെ കാറ്റും കടലും വലിയൊരാശ്വാസമായിരുന്നു. ആ പുസ്തകം വായിച്ച എത്രയോ ചെറുപ്പക്കാർ പിന്നീട് തങ്ങളുടെ ജീവിതം കടലിനായി മാറ്റിവെച്ചു. ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ, വലിയ സാങ്കേതിക വിദ്യകളുടെ പിൻബലമില്ലാതെ ഒരു മനുഷ്യൻ തന്റെ സ്വന്തം ബുദ്ധിയും ധൈര്യവും മാത്രം ഉപയോഗിച്ച് ഭൂമിയെ വലം വെച്ചു എന്നത് ശാസ്ത്രത്തിന് പോലുമിന്ന് ഒരു വലിയ അത്ഭുതമാണ്. സ്ലോക്കമിന്റെ ഈ യാത്രയ്ക്കു ശേഷം പിന്നീട് പലരും സമാനമായ ദൗത്യങ്ങളുമായി മുന്നോട്ടു വന്നു. ആധുനിക കപ്പലുകളിലും യോട്ടുകളിലുമായി പലരും ലോകം ചുറ്റി. റെക്കോർഡുകൾ പലതും തകർക്കപ്പെട്ടു. എന്നാൽ ക്യാപ്റ്റൻ ജോഷ്വാ സ്ലോകം ചെയ്തതുപോലെ പഴയൊരു മരബോട്ടിൽ ഒരു കേടായ ടിൻ ക്ലോക്കും വെച്ച് കടൽക്കൊള്ളക്കാരോടും കൊടുങ്കാറ്റുകളോടും ഏകാന്തതയോടും പൊരുതിക്കൊണ്ട് നടത്തിയ ആ ഇതിഹാസ യാത്രയ്ക്ക് തുല്യമായി ഇന്നുവരെ മറ്റൊരു യാത്രയുണ്ടായിട്ടില്ല. അതുകൊണ്ടുതന്നെയാണ് ഇന്നും നാവികലോകം അദ്ദേഹത്തെ സമുദ്രത്തിന്റെ രാജാവായി കാണുന്നത്. ക്യാപ്റ്റൻ ജോഷ്വാ സ്ലോകം എന്ന നാവികൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ആ ഒരൊറ്റ പുസ്തകം തന്നെയായിരുന്നു എന്ന് നാം കണ്ടു. എന്നാൽ ആ പുസ്തകത്തിന്റെ ജനനത്തിനു പിന്നിലെ ചരിത്രം നമ്മെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഔപചാരികമായ വിദ്യാഭ്യാസം നാമമാത്രമായിരുന്ന ഒരാളായിരുന്നു സ്ലോകം. വലിയ സർവകലാശാലകളിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ അല്ല അദ്ദേഹം അറിവ് നേടിയത്. അദ്ദേഹത്തിന്റെ വിദ്യാലയം ആ അതിവിശാലമായ സമുദ്രമായിരുന്നു. വലിയ തിരമാലകളും കാറ്റും നക്ഷത്രങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുശൈലിയിൽ യാതൊരുവിധ കൃത്രിമത്വവുമില്ലായിരുന്നു. കടലിന്റെ അഗാധതയും തിരമാലകളുടെ താളവും ആ വരികളിൽ വളരെ വ്യക്തമായി പ്രകടമായിരുന്നു. സാധാരണക്കാരായ നാവികർ ഉപയോഗിക്കുന്ന പരുക്കൻ വാക്കുകൾക്ക് പകരം ഒരു കവിയുടെ ഹൃദയത്തോടെയാണ് അദ്ദേഹം കടലിനെ വർണ്ണിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കപ്പലിന്റെ തട്ടിൽ നിൽക്കുന്നതുപോലെ നമുക്ക് തോന്നും. തണുത്ത ഉപ്പുകാറ്റ് നമ്മുടെ മുഖത്തടിക്കുന്നതുപോലെ, വലിയ തിരമാലകൾ കപ്പലിനെ ആടിയുലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ഭയം നമ്മുടെ ഉള്ളിലും നിറയുന്നതുപോലെ അനുഭവപ്പെടും. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാവിവരണങ്ങളിൽ ഒന്നായി ആ പുസ്തകം മാറാൻ കാരണവും ആ സത്യസന്ധത തന്നെയായിരുന്നു. അക്ഷരങ്ങളിലൂടെ അദ്ദേഹം തീർത്ത ആ കടൽ യാത്ര ഒരുപക്ഷേ അദ്ദേഹം നേരിട്ടു നടത്തിയ യാത്രയോളം തന്നെ മഹത്തരമായിരുന്നു. ഈ ഭയാനകമായ ഏകാന്ത യാത്രയുടെ മനഃശാസ്ത്രപരമായ വശങ്ങളെക്കുറിച്ച് ആധുനിക കാലത്തെ പല മനഃശാസ്ത്രജ്ഞരും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 3 വർഷത്തോളം പൂർണ്ണമായും മനുഷ്യസമ്പർക്കമില്ലാതെ ജീവിക്കുക എന്നത് മനുഷ്യന്റെ തലച്ചോറിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യമാണ്.
അങ്ങനെയൊരവസ്ഥയിൽ മനുഷ്യൻ സമനില തെറ്റി ഭ്രാന്തനായി മാറാൻ വരെ സാധ്യതയുണ്ട്. എന്നാൽ ശ്ലോകം ഇതിനെ അതിജീവിച്ചത് വളരെ വിചിത്രമായ ചില വഴികളിലൂടെയാണ്. അദ്ദേഹം തന്റെ ബോട്ടായ സ്പ്രേക്ക് ജീവനുണ്ടെന്ന് വിശ്വസിച്ചു. അതിലെ ഓരോ മരപ്പലകയോടും അദ്ദേഹം ദിവസവും സംസാരിച്ചു. കൊടുങ്കാറ്റുള്ള രാത്രികളിൽ പായകൾ വലിച്ചുകെട്ടുമ്പോൾ അദ്ദേഹം കപ്പലിനോട് ഉച്ചത്തിൽ ആജ്ഞാപിക്കുകയും കാറ്റിന്റെ ശബ്ദത്തെ കപ്പലിന്റെ മറുപടിയായി കണക്കാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ബോധമനസ്സ് സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ രക്ഷാകവചമായിരുന്നു ഇത്. കടുത്ത പനി വന്നപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കപ്പലിലെ നാവികൻ വന്ന് കപ്പലോടിച്ചു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് വെറുമൊരു തോന്നലായിരുന്നില്ല, മറിച്ച് ഏകാന്തതയുടെ പരമ്യത്തിൽ ഒരു മനുഷ്യന്റെ ഉപബോധമനസ്സ് സൃഷ്ടിച്ചെടുക്കുന്ന അവിശ്വസനീയമായ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായിരുന്നു അത്. ഇത്തരത്തിലുള്ള മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് അദ്ദേഹം ആ വലിയ ശൂന്യതയെ മറികടന്നത്. ഒരുപക്ഷേ സ്വന്തം മനസ്സിനെ ഇത്രത്തോളം ആഴത്തിലറിഞ്ഞ മറ്റൊരു മനുഷ്യൻ ചരിത്രത്തിലുണ്ടായിരിക്കില്ല. ശ്ലോകത്തിന്റെ യാത്ര നടന്ന കാലഘട്ടം ലോകചരിത്രത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സമയമായിരുന്നു. മനുഷ്യൻ പ്രകൃതിയെ യന്ത്രങ്ങൾ കൊണ്ട് കീഴടക്കാൻ തുടങ്ങിയ കാലം. കാറ്റിന്റെയും പായകളുടെയും പ്രതാപം പൂർണ്ണമായും അവസാനിച്ചുകയും കൽക്കരിയിലോടുന്ന വലിയ ഇരുമ്പ് സ്റ്റീം കപ്പലുകൾ സമുദ്രങ്ങൾ കൈയടക്കുകയും ചെയ്ത സമയം. വാണിജ്യവൽക്കരണത്തിന്റെയും വ്യാവസായിക വിപ്ലവത്തിന്റെയും ആ വലിയ മാറ്റങ്ങൾക്കിടയിലൂടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള സാങ്കേതികവിദ്യ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച സ്പ്രേ എന്ന ചെറിയ മരബോട്ടിൽ അദ്ദേഹം ലോകം ചുറ്റിയത്. ആധുനികതയോടുള്ള യന്ത്രവൽക്കരണത്തോടുള്ള ഏറ്റവും വലിയ പ്രതിഷേധം കൂടിയായിരുന്നു ആ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഒരു യന്ത്രത്തിനും പകരമാവില്ല മനുഷ്യന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയും പ്രകൃതിയോടുള്ള ഇണക്കവും എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചുകൊടുത്തു. വലിയ സ്റ്റീം കപ്പലുകൾ അപകടത്തിൽപ്പെട്ട് കടലിൽ മുങ്ങിത്താഴുമ്പോൾ പ്രകൃതിയുടെ താളത്തിനൊത്ത് സഞ്ചരിച്ച ആ ചെറിയ മരക്കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളെ കൂസലില്ലാതെ അതിജീവിച്ചു. പഴയകാല നാവികരുടെ സുവർണ കാലഘട്ടത്തിന്റെ അവസാനത്തെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തിരോധാനത്തോടെ യഥാർത്ഥത്തിൽ അവസാനിച്ചത് പായ്ക്കപ്പലുകളുടെ ഒരു വലിയ യുഗം കൂടിയായിരുന്നു. ക്യാപ്റ്റൻ ശ്ലോകത്തിന്റെ വ്യക്തിജീവിതത്തിലേക്ക് നാം കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ വലിയൊരു വേദനയുടെ കടൽ ഇരമ്പുന്നത് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ വിർജീനിയ ആൽബർട്ടീന വോക്കർ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരേയൊരു വെളിച്ചം അവരായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ കടൽ യാത്രകളിലും അവർ കൂടെയുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും ജപ്പാനിലേക്കുമൊക്കെയുള്ള നീണ്ട യാത്രകളിൽ കൊടുങ്കാറ്റുകളെ വകവയ്ക്കാതെ അവർ അദ്ദേഹത്തിന് കരുത്തായി ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ ജനിച്ചതും വളർന്നതുമെല്ലാം പല കപ്പലുകളിലായിട്ടാണ്. കടലിനെ അത്രത്തോളം സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു അവരുടേത്. എന്നാൽ ഒരു യാത്രയ്ക്കിടയിൽ ബ്യൂണസ് അയേഴ്സിൽ വെച്ച് അവർ അപ്രതീക്ഷിതമായി മരണപ്പെട്ടപ്പോൾ ശ്ലോകത്തിന്റെ ജീവിതം പൂർണ്ണമായും തകർന്നുപോയി. തന്റെ ഭാര്യയുടെ മൃതദേഹം അവിടെ അടക്കം ചെയ്ത ശേഷം വിതുമ്പുന്ന ഹൃദയത്തോടെയാണ് അദ്ദേഹം അന്ന് കടലിലേക്ക് മടങ്ങിയത്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹെൻറിയറ്റ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചെങ്കിലും അവർക്ക് കടൽ യാത്രകൾ തീർത്തും വെറുപ്പായിരുന്നു. ആദ്യത്തെ കുറച്ച് യാത്രകൾക്ക് ശേഷം അവർ കരയിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ശ്ലോകവും ഹെൻറിയറ്റയും തമ്മിലുള്ള ബന്ധം പിന്നീട് പേരിനു മാത്രമായി ഒതുങ്ങി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന വിർജീനിയയെ നഷ്ടപ്പെട്ടതിനു ശേഷം കരയിലുള്ള ജീവിതം അദ്ദേഹത്തിന് എപ്പോഴും വേദന നിറഞ്ഞതായി മാറി. ആ വേദനകളിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ ആ ഏകാന്തമായ ലോകസഞ്ചാരം? കരയിലുള്ള മനുഷ്യർ അദ്ദേഹത്തിന് എപ്പോഴും അപരിചിതരായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം പണ്ടേ ആ സമുദ്രത്തിൽ തന്റെ പ്രിയപ്പെട്ടവളുടെ ഓർമ്മകൾക്കൊപ്പം ലയിച്ചുപോയിരുന്നു. ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന നാവികർക്ക് ക്യാപ്റ്റൻ ജോഷുവ ശ്ലോകം ഒരു വഴികാട്ടിയാണ്. സമുദ്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച മഗല്ലൻ കടലിടുക്കിലൂടെയോ ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെയോ കടന്നുപോകുമ്പോൾ ആധുനിക നാവികർ അവരുടെ കപ്പലിൽ നിന്നും ഒരു പൂവോ അല്ലെങ്കിൽ ഒരു തുള്ളി മദ്യമോ കടലിലേക്ക് ഒഴുക്കാറുണ്ട്. അതാ പഴയ നാവികനോടുള്ള അവരുടെ വലിയൊരു ആദരവാണ്. അദ്ദേഹത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം ഇന്നും ആ കടൽപാതകളിലുണ്ടെന്നവർ വിശ്വസിക്കുന്നു. ശ്ലോകം കാണിച്ചുകൊടുത്ത വഴികളിലൂടെയാണ് ഇന്ന് കാണുന്ന പല വലിയ സാഹസികരും യാത്ര ചെയ്യുന്നത്. സർ ഫ്രാൻസിസ് ചിച്ചസ്റ്ററെപ്പോലെയുള്ള പിൽക്കാല നാവികരെല്ലാം തങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനമായി കണ്ടത് ശ്ലോകത്തെയാണ്. അത്യാധുനിക GPS സംവിധാനങ്ങളും സാറ്റലൈറ്റ് ഫോണുകളും കാറ്റിന്റെ ഗതിയറിയാനുള്ള റഡാറുകളും ഫൈബർ ഗ്ലാസ് ബോട്ടുകളുമുള്ള ഇന്നത്തെ കാലത്ത് ഒരാൾ ലോകം ചുറ്റുമ്പോഴും അവർക്ക് വലിയ ഭയമാണ്. എന്നാൽ ഇവയൊന്നുമില്ലാതെ, കൂട്ടിനൊരു നായ പോലുമില്ലാതെ അന്ന് ആ മനുഷ്യൻ നടത്തിയ ആ യാത്രയുടെ വലിപ്പം ഇന്ന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്.
അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുന്ന ഏതൊരു മനുഷ്യനിലും സമുദ്രം ഒരു വലിയ മോഹമായി, ഒരിക്കലും തീരാത്ത ആഗ്രഹമായി മാറുന്നു. അദ്ദേഹത്തിന്റെ തിരോധാനത്തിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചില നാവികർ വിചിത്രമായ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കനത്ത മൂടൽമഞ്ഞുള്ള രാത്രികളിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒരു പഴയ പായ്ക്കപ്പലിന്റെ നിഴൽ മിന്നിമറയുന്നത് കണ്ടവരുണ്ട്. കാറ്റില്ലാത്ത സമയത്ത് പോലും അതിന്റെ പായകൾ കാറ്റ് നിറഞ്ഞതുപോലെ വീർത്തിരിക്കുമെന്നും കപ്പലിന്റെ തട്ടിൽ ഒരു പ്രായമായ മനുഷ്യൻ ചുക്കാൻ പിടിച്ച് നിൽപ്പുണ്ടാകുമെന്നും അവർ പറയുന്നു. അത് വെറുമൊരു കെട്ടുകഥയാവാം, അല്ലെങ്കിൽ കടലിലെ ഏകാന്തതയിൽ നാവികരുടെ മനസ്സ് കാണുന്ന വെറുമൊരു സ്വപ്നമാവാം. എങ്കിലും ആ കഥകളിൽ നാവികർ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ക്യാപ്റ്റൻ സ്ലോഗം മരിച്ചു എന്ന് വിശ്വസിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല. അദ്ദേഹം ഇന്നും ആ സ്പ്രേ എന്ന ബോട്ടിൽ സമുദ്രത്തിന്റെ ഏതോ ഒരു കോണിൽ യാത്ര തുടരുകയാണെന്ന് വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം. ആ മനുഷ്യൻ അത്രത്തോളം ആഴത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. സമുദ്രമുള്ളിടത്തോളം കാലം, തിരമാലകൾ തീരത്തടിക്കുന്ന കാലത്തോളം ക്യാപ്റ്റൻ ജോഷ്വാ സ്ലോഗം എന്ന പേര് ഒരിക്കലും മരിക്കില്ല. അദ്ദേഹം പ്രകൃതി തന്നെയുടെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇനി ഈ വലിയ നാവികന്റെ ജീവചരിത്രത്തെയും അദ്ദേഹത്തിന്റെ പുസ്തകത്തെയും അക്കാലത്തെ ലോകം എങ്ങനെയാണ് ഏറ്റെടുത്തത് എന്ന് നമുക്ക് നോക്കാം. അക്കാലത്തെ പ്രമുഖരായ എഴുത്തുകാരും ചിന്തകരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പുസ്തകം ഭാവി തലമുറകളെ എങ്ങനെ സ്വാധീനിച്ചു എന്നതുകൂടി ഈ ചരിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ക്യാപ്റ്റൻ ജോഷ്വാ സ്ലോഗത്തിന്റെ സെയിലിംഗ് എലോൺ അറൌണ്ട് ദ വേൾഡ് പ്രസിദ്ധീകരിച്ച സമയത്ത് അമേരിക്കൻ സാഹിത്യലോകം വലിയ അമ്പരപ്പോടെയാണ് അതിനെ നോക്കിക്കണ്ടത്. മാർക്ക് ട്വെയിനെ പോലെയുള്ള അതികായന്മാർ സാഹിത്യരംഗം വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്ത, ജീവിതത്തിന്റെ മുക്കാൽ പങ്കും ഉപ്പുവെള്ളത്തിൽ കഴിച്ചുകൂട്ടിയ ഒരു സാധാരണ നാവികന്റെ പേനയിൽ നിന്നും ഇത്രയും മനോഹരമായൊരു കാവ്യം പിറക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനായ ആർത്തർ റാൻസം സ്ലോഗത്തിന്റെ ഈ പുസ്തകത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് ഇപ്രകാരമാണ്: സ്ലോഗം തന്റെ ബോട്ട് നിർമ്മിച്ചതുപോലെ തന്നെയാണ് ആ പുസ്തകവും രചിച്ചിരിക്കുന്നത്. അനാവശ്യമായ യാതൊരു അലങ്കാരങ്ങളുമില്ലാതെ, ഏറ്റവും ഉറപ്പുള്ള വാക്കുകൾ കൊണ്ട്, കാറ്റിനെയും തിരമാലകളെയും നേരിടാൻ പാകത്തിൽ. ഈ വാക്കുകൾ എത്രത്തോളം സത്യമായിരുന്നു! സ്ലോഗം പദങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുപാട് ആലോചിക്കുകയോ വലിയ നിഘണ്ടുക്കൾ പരതുകയോ ചെയ്തില്ല. പകരം തന്റെ ഹൃദയത്തിൽ നിന്നും നേരിട്ട് കടലാസിലേക്ക് പകർത്തുകയായിരുന്നു. സ്വന്തം അനുഭവങ്ങളുടെ ചൂടും തീക്ഷ്ണതയും ആ വരികളിലുണ്ടായിരുന്നു. വായനക്കാർ ആ പുസ്തകം പെട്ടെന്ന് തന്നെ നെഞ്ചിലേറ്റി. അന്നത്തെ കാലത്ത് അമേരിക്കയിലെ സ്കൂളുകളിൽ കുട്ടികൾക്ക് വായിക്കാൻ ഈ പുസ്തകം പാഠ്യപദ്ധതിയുടെ ഭാഗമായി വരെ ഉൾപ്പെടുത്തി. ഭൂമിശാസ്ത്രം പഠിക്കാൻ ഇതിലും മികച്ച മറ്റൊരു പുസ്തകമില്ലെന്ന് അക്കാലത്തെ അധ്യാപകർ വിശ്വസിച്ചു. ഓരോ രാജ്യത്തെയും കാലാവസ്ഥ, അവിടെയുള്ള മനുഷ്യരുടെ ജീവിത രീതി, കടലിലെ മത്സ്യങ്ങൾ, കാറ്റിന്റെ ഗതിമാറ്റങ്ങൾ എന്നിങ്ങനെ സ്ലോഗം എഴുതിവയ്ക്കാത്ത കാര്യങ്ങളില്ലായിരുന്നു. അറിവിന്റെ ഒരു വലിയ ഖനിയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ലോഗ് ബുക്കുകളും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനുഷ്യർ വലിയ നഗരങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങി. വ്യവസായശാലകളിൽ നിന്നുള്ള പുകയാൽ ആകാശം കറുത്തു. വലിയ യന്ത്രങ്ങൾ മനുഷ്യന്റെ അധ്വാനത്തെ ഇല്ലാതാക്കി. യന്ത്രവൽക്കരണം അതിന്റെ കൊടുമുടിയിലേക്ക് കുതിക്കുന്ന ആ കാലത്ത് നഗരങ്ങളിലെ വീർപ്പുമുട്ടുന്ന ജീവിതത്തിൽ പെട്ടുപോയ സാധാരണ മനുഷ്യർക്ക് സ്ലോഗത്തിന്റെ പുസ്തകം ഒരു വലിയ ആശ്വാസമായിരുന്നു. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾക്കും നഗരങ്ങളിലെ തിരക്കുകൾക്കുമിടയിൽ ഇരുന്നുറങ്ങുന്ന മനുഷ്യർ രാത്രികളിൽ ആ പുസ്തകം തുറക്കുമ്പോൾ തങ്ങളും ആ ചെറിയ കപ്പലിൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് സങ്കൽപ്പിച്ചു. ഒരു പരിധിവരെ മനുഷ്യന്റെ സ്വാഭാവികമായ ചോദനകളെ തടഞ്ഞു നിർത്തുന്നതായിരുന്നു ആധുനിക നാഗരികത. അതിൽ നിന്നും കുതറിമാറി അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് ചിറകുവിരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും പ്രതിനിധിയായി ക്യാപ്റ്റൻ ജോഷ്വാ സ്ലോഗം മാറി. അധികാരത്തിനും പണത്തിനും അപ്പുറം മനുഷ്യന് ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊരു ലോകമുണ്ടെന്ന് അദ്ദേഹം കാണിച്ചുകൊടുത്തു. എത്ര വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്താലും മരണമെന്ന സത്യത്തിനു മുന്നിൽ അതെല്ലാം നിസ്സാരമാണെന്ന് അദ്ദേഹം തന്റെ വരികളിലൂടെ ലോകത്തെ ഓർമ്മിപ്പിച്ചു. ലോകം മുഴുവൻ കീഴടക്കാനിറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തിയേക്കാളും നെപ്പോളിയനേക്കാളും വലിയ സ്വാതന്ത്ര്യമനുഭവിച്ചത് യാതൊരു സൈന്യവുമില്ലാതെ, കൂട്ടിനൊരു മനുഷ്യൻ പോലുമില്ലാതെ കടലിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ഈ പഴയ നാവികനായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ അധിനിവേശങ്ങൾ നടന്നത് ആയുധങ്ങൾ കൊണ്ടായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ അചഞ്ചലമായ ഇച്ഛാശക്തി കൊണ്ടായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു. സ്ലോഗത്തിന്റെ ജീവിതം നമ്മോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്: എന്താണ് യഥാർത്ഥത്തിൽ ഏകാന്തത? ആളുകൾക്കിടയിൽ ജീവിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഒറ്റപ്പെടുന്നതാണോ, അതോ
മനുഷ്യവാസമില്ലാത്ത സമുദ്രത്തിൽ പൂർണ്ണമായും ഒറ്റയ്ക്ക് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതാണോ? ക്യാപ്റ്റൻ സ്ലോഗത്തിന് കരയിലെ ജീവിതമായിരുന്നു യഥാർത്ഥത്തിൽ ഏകാന്തത സമ്മാനിച്ചത്. ചുറ്റും തന്നെ പ്രശംസിക്കുന്ന മനുഷ്യരുണ്ടായിട്ടും അദ്ദേഹം അവിടെ തീർത്തും ഒറ്റനായിരുന്നു. എന്നാൽ കടലിൽ ഒരു പക്ഷി പോലുമില്ലാത്ത ആ വലിയ ശൂന്യതയിൽ അദ്ദേഹം ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. നക്ഷത്രങ്ങൾ അദ്ദേഹത്തിന് വഴികാട്ടികളായി, കാറ്റ് അദ്ദേഹത്തിന്റെ സംഗീതമായി, തിരമാലകൾ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളായി. ഏകാന്തതയെ അദ്ദേഹം ഒരു തടവറയായിട്ടല്ല കണ്ടത്, മറിച്ച് തന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള ഒരു വലിയ ആകാശമായിട്ടാണ്. നാമെല്ലാം പലപ്പോഴും ഏകാന്തതയെ ഭയപ്പെടുന്നവരാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയും സ്നേഹവുമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ സ്വന്തം മനസ്സിനെ തിരിച്ചറിയാൻ, പ്രപഞ്ചവുമായുള്ള മനുഷ്യന്റെ യഥാർത്ഥ ബന്ധം മനസ്സിലാക്കാൻ ഈ ഏകാന്തത എത്രത്തോളം ആവശ്യമാണെന്ന് ശ്ലോകത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ലോകത്തിൽ ഒരു ശക്തിയെയും ഭയപ്പെടേണ്ടതില്ല എന്ന വലിയ പാഠം അദ്ദേഹം നമുക്ക് നൽകി. ആ പഴയ ടിൻക്ലോക്കും വെച്ച് ഇരുണ്ട കടലിലൂടെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി ബോട്ട് നയിച്ച ആ മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ആധുനിക ലോകത്തിന്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ പോലും ചിലപ്പോൾ തലകുനിച്ചു നിൽക്കും. ഒരു കോമ്പസോ മറ്റാധുനിക ആശയവിനിമയ സംവിധാനങ്ങളോ ഇല്ലാതെ അദ്ദേഹം നടത്തിയ ആ യാത്ര മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള നിഗൂഢതകൾ ചരിത്രകാരന്മാർ ഇന്നും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നാവിക ലോകത്തിന് അദ്ദേഹം നൽകിയ ഊർജം ഒരിക്കലും അവസാനിക്കില്ല. സ്പ്രേ എന്ന ആ ബോട്ട് വെറുമൊരു മരക്കഷ്ണമായിരുന്നില്ല, അതൊരു വലിയ സ്വപ്നത്തിന്റെ പ്രതീകമായിരുന്നു. ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളുള്ള വലിയ യോട്ടുകളിൽ ലോകം ചുറ്റാൻ പോകുന്ന ഓരോ നാവികന്റെയും മനസ്സിൽ ഒരു വലിയ ചോദ്യമുണ്ടാകും: ഞാൻ ഈ ആധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ ചെയ്യുന്ന ഈ കാര്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്യാപ്റ്റൻ സ്ലോകം കേവലം സ്വന്തം ബുദ്ധിശക്തി മാത്രം ഉപയോഗിച്ച് എങ്ങനെ സാധിച്ചെടുത്തു? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശ്ലോകത്തിന്റെ മഹത്വം. പ്രകൃതിയെ കീഴ്പ്പെടുത്താനല്ല അദ്ദേഹം ശ്രമിച്ചത്, മറിച്ച് അതിനെ മനസ്സിലാക്കാനും അതോട് ചേർന്ന് നിൽക്കാനുമാണ്. കാറ്റിനോട് എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം അദ്ദേഹം ആ കാറ്റിനെ തന്റെ കപ്പലിന്റെ പായകളിൽ നിറച്ച് അതിനോടൊപ്പം സഞ്ചരിച്ചു. സമുദ്രത്തിന്റെ കരുത്തിനെ തന്റെ കരുത്താക്കി മാറ്റി. ഇതൊരു ജീവിത പാഠം കൂടിയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ അതിനോട് അന്ധമായി പൊരുതുന്നതിനു പകരം അതിനെ മനസ്സിലാക്കി സ്വന്തം അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വിജയം നേടാമെന്ന് ഈ നാവികൻ നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്രകൾ പിൽക്കാലത്ത് ലോകം മുഴുവനുള്ള നാവികർക്ക് ഒരു വലിയ പാഠപുസ്തകമായി മാറി. സമുദ്രത്തെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അദ്ദേഹം സ്വന്തം അനുഭവങ്ങളിലൂടെ ലോകത്തെ കാണിച്ചുകൊടുത്തു. അവസാനമായി ക്യാപ്റ്റൻ ശ്ലോകത്തിന്റെ ആ യാത്രയെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കുക. നവംബറിലെ ആ കൊടും തണുപ്പിൽ ആരും കാണാതെ, വലിയ യാത്രയയപ്പുകളില്ലാതെ കനത്ത മൂടൽമഞ്ഞിലേക്ക് തന്റെ കപ്പൽ നയിച്ച് മറഞ്ഞുപോയ ആ പ്രായമായ നാവികൻ. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് തന്റെ യഥാർത്ഥ വീടായ സമുദ്രത്തിലേക്ക് മടങ്ങുന്നതിന്റെ വലിയ സന്തോഷമായിരുന്നിരിക്കണം. തന്റെ പ്രിയപ്പെട്ട കപ്പലായ സ്പ്രേയുടെ ചുക്കാൻ മുറുകെ പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലുകൾക്ക് ഒരു പുതിയ ഊർജം ലഭിച്ചിട്ടുണ്ടാകണം. കാറ്റ് അദ്ദേഹത്തിന്റെ നരച്ച താടിരോമങ്ങളെ തഴകി കടന്നുപോയിട്ടുണ്ടാകാം. അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് അദ്ദേഹം മറഞ്ഞത് ഒരു പരാജയമായിരുന്നില്ല, അതൊരു വലിയ ലയനമായിരുന്നു. സമുദ്രത്തെ അത്രമാത്രം പ്രണയിച്ച ഒരു മനുഷ്യന് ആ കടലിന്റെ അടിത്തട്ടിലല്ലാതെ മറ്റെവിടെയാണ് സമാധാനമായി ഉറങ്ങാൻ കഴിയുക? വലിയ കെട്ടിടങ്ങൾക്കും കോൺക്രീറ്റ് കാടുകൾക്കുമിടയിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ശ്വാസം മുട്ടി മരിക്കുന്നതിനേക്കാൾ നല്ലത് അതാകുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്ത ഒരു അന്ത്യമായിരുന്നു അതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും അദ്ദേഹം ഒരിക്കലും മാഞ്ഞുപോകില്ല. കാരണം ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം കൊതിക്കുന്ന മനുഷ്യരുള്ള കാലത്തോളം, സമുദ്രത്തിന്റെ അനന്തതയിൽ നോക്കി സ്വപ്നം കാണുന്ന നാവികരുള്ള കാലത്തോളം, ക്യാപ്റ്റൻ ജോഷുവ സ്ലോകം എന്ന നാവികനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സ്പ്രേ എന്ന കപ്പലും ഈ തിരമാലകൾക്കിടയിലൂടെ ഇങ്ങനെ അനശ്വരമായി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ലോകത്തിന്റെ ഏതോ കോണിൽ, ഏതോ ഇരുളിൽ ഒരു ചെറിയ മരക്കപ്പലിന്റെ പായകൾ കാറ്റിൽ വിറച്ചു നിൽക്കുന്നുണ്ടാകാം. ആ പഴയ നാവികൻ നക്ഷത്രങ്ങളെ നോക്കി തന്റെ ദിശ കണക്കുകൂട്ടുന്നുണ്ടാകാം. ചരിത്രം അദ്ദേഹത്തെ മരിച്ചതായി പ്രഖ്യാപിച്ചിരിക്കാം, എന്നാൽ സമുദ്രം അദ്ദേഹത്തെ മരിക്കാൻ അനുവദിച്ചിട്ടില്ല. അവിടെ ആ വലിയ നീലപ്പരപ്പിൽ കാലത്തിനും മരണത്തിനും അതീതനായി, പൂർണ്ണ സ്വതന്ത്രനായി ക്യാപ്റ്റൻ ജോഷുവ സ്ലോകം തന്റെ ഏകാന്ത യാത്ര ഇന്നും തുടരുകയാണ്.